അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സാജു ഏലിയാസ് ആണ്. ഡൽഹിയിൽ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തു വരുന്ന ഈ ദൈവദാസൻ താൻ കടന്നുപോയതായ തൻ്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഈ വർഷം കഴിഞ്ഞ 7 മാസങ്ങൾക്ക് മുൻപ് തൻ്റെ ജീവിത പങ്കാളി താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. അതിനോടനുബന്ധിച്ച് തൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളും അതിനു മുൻപും ഇപ്പോഴും തന്നോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചും ഒരുപാട് അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചും അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം ഇത്തരുണത്തിൽ പ്രസ്താവിക്കുന്നു. ഇത് പ്രേക്ഷകർക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കൊരു അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥിക്കുകയും ചെയ്യുക, സഹകരിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്ററും സാജു ഏലിയാസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. ദൈവത്തിന്റെ പരിശുദ്ധമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വൈകുന്നേര സമയം കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് ഇപ്രകാരം നല്ലൊരു അവസരം നൽകിയത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അരോമ ടി വിയിലൂടെ എൻ്റെ സാക്ഷ്യങ്ങൾ ദൈവനാമഹത്വത്തിന് വേണ്ടി ദൈവജനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പറയുവാൻ തക്കവണ്ണം ദൈവം എനിക്കൊരു അവസരം തന്നു. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും ബഹുമാനവും കർത്താവിന് അർപ്പിക്കുന്നു. കൂടാതെ ഈ ഇപ്രകാരം സാക്ഷ്യത്തിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോണിനും അരോമ ടി വിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് പരിചയപ്പെടുത്തിയ എൻ്റെ സുഹൃത്ത്, കർത്താവിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ ജേക്കബ് ബി ജോൺ, പട്ന, ബീഹാറിൽ അദ്ദേഹം കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ആ ദൈവദാസനോടുള്ള നന്ദിയെയും അറിയിക്കുന്നു. അതുകൂടാതെ ഈ അരോമ ടി വിയിലൂടെ ഈ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ തുടർന്നുള്ള സമയങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത സാക്ഷ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് സാജു ഏലിയാസ്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഡൽഹിയിലാണ്. ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം കേരളത്തിലെ വയനാടാണ്. മാതാപിതാക്കൾ, എനിക്ക് 2 സഹോദരങ്ങളാണുള്ളത്. ഞങ്ങൾ 3 പേര്, 2 സഹോദരിമാരും ഞാൻ ഇളയത്. അങ്ങനെ കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നു. കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ വടക്കേ ഇന്ത്യയിൽ കഴിഞ്ഞ 23 വർഷങ്ങളായി കർത്താവിനെ സേവിപ്പാൻ ദൈവം ഇടയാക്കുന്നു. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന്, ഇത്രത്തോളം കരുതിയ ദൈവത്തിന്, നിർത്തിയ ദൈവത്തിന് എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജന്മസ്ഥലം ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ വയനാടാണ്. എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ജന്മസ്ഥലം അവര് മറ്റിടങ്ങളിലായിരുന്നു. തെക്കൻ തിരുവിതാംകൂർ ഭാഗങ്ങളിലായിരുന്നു. മലബാറിലെ ഒരു കുടിയേറ്റ കർഷക ഫാമിലിയിലാണ്, ഒരു 3ാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾ, അവര് മൂത്ത 2 സഹോദരിമാരാണ്. അവര് കുടുംബമായി വയനാട്ടിൽ ആയിരിക്കുന്നു. ബാല്യകാലത്തിലെ ഒത്തിരി ഓർമ്മകൾ ജീവിതത്തിൽ പറയാനുണ്ട്. ദൈവം നടത്തിയ വിധങ്ങൾ,
ഒരു കൃഷി കുടുംബത്തിൽ മാതാപിതാക്കൾ വളരെ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങളെ വളർത്തി വലുതാക്കി വളരെയധികം കഷ്ടതകളിലൂടെ പ്രതിസന്ധികളിലൂടെയൊക്കെ ജീവിച്ചു വന്ന ഒരു ബാല്യകാലമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ളത്. കുഞ്ഞു പ്രായം മുതലേ ഞങ്ങൾ മക്കൾ 3 പേരും ഞങ്ങൾക്ക് കഴിയുന്നത് പോലെ മാതാപിതാക്കളെ സഹായിക്കുകയും ആ നിലകളിലൊക്കെ വളർന്നു വരുവാൻ ഇടയായി. ജീവിതത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞങ്ങള് യാക്കോബായ സമുദായത്തിൽ അതിൻ്റെ ആ ചിട്ടപ്രകാരം ജനിച്ചു വളർത്തപ്പെട്ടു. ഒത്തിരി കഷ്ടപ്പാടുകളും പ്രതിസന്ധികളൊക്കെ നിറഞ്ഞ ജീവിതമായിരുന്നെങ്കിലും ഒരു കാര്യം എൻ്റെ കുഞ്ഞു പ്രായം മുതൽ ഞാൻ കണ്ടു വളർന്നത്, ഞായറാഴ്ച ദിവസം അവിടെ കൂടുന്ന ആരാധനയിൽ, വയനാട്ടിലെ മീനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം. അവിടെയുള്ള യാക്കോബായ പള്ളിയിൽ കടന്നുപോയി ഞായറാഴ്ച എത്ര തിരക്കാണെങ്കിലും ആലയത്തിൽ കടന്നു പോകും. സൺഡേ സ്കൂളിൽ നിർബന്ധമായിട്ടും സംബന്ധിക്കണം. അങ്ങനെ വളരെ ചിട്ടയായ ഒരു ജീവിത പശ്ചാത്തലത്തിലാണ് വളർന്നു വന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കുടുംബ പ്രാർത്ഥന അത് മുടങ്ങാതെ നടക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞു പ്രായം മുതലേ അന്ന് അറിഞ്ഞിരുന്ന സത്യത്തിൽ, ആ വിശ്വാസത്തിൽ വളർന്നു വരുവാനും മാതാപിതാക്കളോട് ചേർന്ന് സഹോദരങ്ങളോട് ചേർന്ന് ഒക്കെയും ജീവിപ്പാനൊക്കെ ഇടയായി. എന്നെ ജീവിതത്തിൽ ഞാൻ 13 വയസ്സുള്ള സമയത്താണ് എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. വളരെയധികം ജീവിതത്തിൽ വേദനയുളവാക്കിയ ഒരു സംഭവമായിരുന്നു എൻ്റെ പിതാവിൻ്റെ ആകസ്മികമായ വേർപാട്. ആ പിതാവിൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ ഞാനും എൻ്റെ മാതാവും എൻ്റെ സഹോദരങ്ങളും വളരെയധികം പ്രതിസന്ധികളിലൂടെ വേദനകളിലൂടെ കടന്നുപോയി. മുന്നോട്ട് എങ്ങനെ പോകും, ജീവിക്കും എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. അങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് അത്യാവശ്യം നല്ലൊരു അനുഭവത്തിൽ ഒന്ന് സമാധാനത്തോടെ ഇരിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിൽ വന്നപ്പോഴാണ് എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. അന്ന് എനിക്ക് വളരെ ചെറുപ്പപ്രായമായിരുന്നു. ഞാൻ ഏകദേശം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. എൻ്റെ പിതാവിൻ്റെ വേർപാടോടുകൂടി ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ആ കുഞ്ഞു പ്രായത്തിലെ എൻ്റെ തോളിലേക്ക് വന്നു. അന്നു മുതൽ വീടിൻ്റെ കാര്യങ്ങൾ നോക്കാനും മറ്റ് മാതാവിൻ്റെ സഹോദരിമാരുടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഒക്കെ എന്നെ കൊണ്ട് കഴിയുന്ന നിലയിൽ ഏറ്റെടുക്കുവാനൊക്കെ ദൈവം ഇടയാക്കി. എന്നെ ദൈവം ശക്തീകരിച്ചു. അങ്ങനെ തന്നെ ആയതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എൻ്റെ സെക്കൻഡറി വിദ്യാഭ്യാസത്തോടു കൂടി തൽക്കാലത്തേക്ക് എൻ്റെ വിദ്യാഭ്യാസത്തിന് എനിക്ക് സ്റ്റോപ്പ് ഇടേണ്ടതായിട്ട് വന്നു. കാരണം മാതാവിനെയും സഹോദരങ്ങളെയും വീട്ടിൻ്റെ ഉത്തരവാദിത്തങ്ങളെയൊക്കെ നോക്കണം, സഹോദരിമാരുടെ വിവാഹം നടക്കണം. അങ്ങനെ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷം തുടർന്ന് പഠിക്കുവാൻ സാഹചര്യമില്ലാതെ വീടിൻ്റെതായ ഉത്തരവാദിത്തങ്ങളിലേക്ക് തിരിഞ്ഞു. അങ്ങനെ കൃഷിയും മറ്റ് പല കാര്യങ്ങളുമായിട്ട്, ചെറിയ ബിസിനസ്സുകളൊക്കെ ആയിട്ട് കൂട്ടുകാരോടൊക്കെ ചേർന്ന് അങ്ങനെ ജീവിച്ച് മുന്നോട്ട് വരവേ ലോകത്തിൻ്റെതായ പല വഴികളിലേക്ക്, ഇമ്പങ്ങളിലേക്കൊക്കെ കടന്നുപോയി. അങ്ങനെ വളരെയധികം ജീവിതത്തിൻ്റെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. ഇതിനിടയിൽ എൻ്റെ സഹോദരിമാരുടെ വിവാഹമൊക്കെ നടന്നു. യാക്കോബായ സമുദായത്തിലുള്ളപ്പോൾ തന്നെയാണ് ഇവരുടെ എല്ലാം വിവാഹം നടക്കുന്നത്. അവരുടെ വിവാഹത്തിന് ശേഷം ഞാനും മാതാവും വീട്ടിൽ തനിയായി. അങ്ങനെ ജീവിതത്തിൽ അല്പം ഒരു ഫ്രീഡം വന്നതുപോലെ എന്തും ചെയ്യാം, എവിടെയും പോകാം, എങ്ങനെയും ജീവിക്കാം എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. കൂട്ടുകാരുടെ ഒക്കെ ഒരുമിച്ച് മദ്യപിച്ചും പുകവലിച്ചും അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോയി. ലക്ഷ്യമില്ലാതെ അങ്ങനെ ഓടുന്ന ഒരു സമയം, എനിക്ക് തോന്നുന്നു 1997 ആണ് അന്ന്
വയനാട്ടിൽ അന്ന് പെന്തക്കോസ്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ കുറവുള്ളൊരു സമയമാണ്. എന്നാൽ ചില കൂട്ടായ്മകൾ മാത്രം, ചുരുക്കം ചില കൂട്ടായ്മകൾ മാത്രം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. എന്നാൽ 97 കാലങ്ങളിൽ അവിടെ ബിലീവേഴ്സ് ചർച്ചിന്റെ പ്രവർത്തനങ്ങളൊക്കെ കടന്നു വരുവാനിടയായി. അവര് വീടുകളൊക്കെ വിസിറ്റ് ചെയ്യും, സുവിശേഷമൊക്കെ പറയുകയൊക്കെ ചെയ്തു. എന്നാൽ ഞങ്ങൾ വളരെ തികഞ്ഞ യാക്കോബായ ഭക്തിയിൽ ജീവിച്ചു വന്ന ഒരു സാഹചര്യമായിരുന്നത് കൊണ്ട് ആ പള്ളിയും ചുറ്റുപാടും ഒക്കെ ആയിട്ട് വളരെയധികം അടുത്ത് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഉള്ളത് കൊണ്ട് എൻ്റെ മാതാവ് ആ ചർച്ചിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യത്തിൽ, ഒരു വിഷയത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമയത്താണ് എൻ്റെ മാതാവ് പെന്തക്കോസ്ത് ആലയത്തിൽ, അതായത് ബിലീവേഴ്സ് ചർച്ചിന്റെ ഒരു കൂട്ടായ്മയിൽ അവിടുത്തെ പാസ്റ്റർ വന്ന് വിളിച്ച അനന്തരം വേറൊരു ആന്റിയുമായിട്ട് ചുമ്മാ ഒന്ന് കടന്നുപോയി. അവിടെ ചെന്ന് സുവിശേഷം കേട്ടു, ആരാധനയെ സംബന്ധിച്ചു. ഒത്തിരി പ്രാവശ്യം അവർ വന്ന് നിർബന്ധിച്ചത് കൊണ്ട് അവരെ നിരാശപ്പെടുത്തണമെന്ന് വിചാരിച്ച് ചുമ്മാ ഒന്ന് പോയത്. പക്ഷേ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായി. എന്നാൽ തുടർന്ന് ഒരു ദിവസം മാത്രം പോയി സംബന്ധിച്ച് പോരാ എന്നുള്ള ചിന്തയിൽ പോയെങ്കിലും തുടർന്ന് എല്ലാ ദിവസവും എല്ലാ മീറ്റിങ്ങിലും അവിടെ സംബന്ധിക്കുവാൻ മാതാവ് കടന്നുപോയി. എന്നാൽ മാതാവിന്റെ ഈ നിലയിലുള്ളതായ തീരുമാനം എനിക്ക് വളരെയധികം നീരസമുള്ളതായി. ഞാൻ ഒത്തിരി അമ്മച്ചിയെ ഉപദേശിച്ചു. പള്ളിക്കാരും സഹോദരങ്ങളൊക്കെ വളരെയധികം അമ്മച്ചിയെ നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ എത്രമാത്രം നിരുത്സാഹപ്പെടുത്തിയിട്ടും എതിർത്തിട്ടും മാതാവ് തന്റെ തീരുമാനത്തിൽ നിന്ന്, പെന്തക്കോസ്ത് ആലയത്തിൽ പോകുന്നതിൽ നിന്ന് മാറി നിന്നില്ല. അങ്ങനെ നിരന്തരമായി പോയി. ഇതിനിടയിൽ ഞാൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക്, എന്നെ ആരും കാണാനില്ല, അറിയാനില്ല, സ്നേഹിക്കാനില്ല എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. മദ്യപാനമൊക്കെ കൂടി മാതാവിനെ അനുസരിക്കാത്ത, സ്നേഹിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്കൊക്കെ വന്നു. അങ്ങനെ പലപ്പോഴും മാതാവ് ദൈവദാസന്മാരെയൊക്കെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവരും. പക്ഷേങ്കിൽ അവർ വീട്ടിൽ കയറാനോ പ്രാർത്ഥിക്കാനോ ഒന്നും ഞാൻ അനുവാദം കൊടുത്തിരുന്നില്ല. നാട്ടിന്റെ പ്രദേശത്തു നിന്നൊക്കെ പല ദൈവദാസന്മാരും 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയൊക്കെ വെച്ച്, എൻ്റെ വിടുതലിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനയൊക്കെ വെച്ച് അമ്മച്ചി വിളിക്കും. വളരെ സ്നേഹത്തോടെ എൻ്റെ അടുത്ത് വന്ന് പറയും, മോനെ ഇന്ന് ഒരു ദൈവദാസൻ വരുന്നുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാനാ, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. പക്ഷേ അങ്ങനെയുള്ള ഒരു സന്ദർഭവും ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല. വീട്ടിൽ ദൈവദാസന്മാര് വരുവാനോ ദൈവജനത്തിന് വരുവാനൊന്നും ഞാൻ അനുവാദം കൊടുത്തില്ല. ഒരു ശത്രുവിനെ പോലെയാണ് ഒരു വീട്ടിൽ താമസിക്കുമ്പോഴും ഞാൻ എൻ്റെ മാതാവിനോട് പെരുമാറിയത്. എന്നാൽ ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ വീണ്ടും തുടർമാനമായ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ വന്നു. എൻ്റെ മാതാവ് കൂടെയുള്ള ആന്റിയുമായിട്ട് ഒരു ദിവസം സ്നാനത്തിന് വേണ്ടി കടന്നുപോയി. ആ ആന്റിയുടെ മകൻ ഈ വിവരം അറിഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഡ്രസ്സൊക്കെ ആയിട്ട് സ്നാനപ്പെടാൻ പോയിരിക്കുന്നു. എൻ്റെ മനസ്സിൽ ദേഷ്യമൊക്കെ ഇരച്ചു വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് ഞാനും സുഹൃത്തുമായിട്ട് 1 കിലോമീറ്റർ ദൂരത്ത് ഉള്ള ചർച്ചിന്റെ അടുത്തേക്ക് ഓടി. അരയിൽ തോർത്തുമുണ്ടിൽ ഉരുളൻ കല്ലൊക്കെ പെറുക്കി കെട്ടി അരയിൽ വെച്ച് കെട്ടി ഞങ്ങൾ പോയി. മാതാവിനെ സ്നാനപ്പെടുത്തിയാൽ, ആ ആന്റിയെ സ്നാനപ്പെടുത്തിയാൽ സ്നാനപ്പെടുത്തുന്ന ദൈവദാസനെ അടിക്കും എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ അവിടെ പോയത്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒത്തിരി പേര് അവിടെ കടന്നു വരുവാനിടയായി തീർന്നു. അന്ന് ഒത്തിരി പേര് സ്നാനത്തിനുണ്ട്. എന്നാൽ ദൈവത്തിന്റെ മഹാകരുണയാൽ അന്ന് മാതാവിന്റെയും പ്രിയാന്റിയുടെ സ്നാനം നടന്നില്ല. ഏതോ ആരോ പറഞ്ഞ അവര് ഞങ്ങളവിടെ വന്ന കാര്യം അറിഞ്ഞു. അങ്ങനെ മാതാവിന്റെയും സഹോദരിയുടെയും സ്നാനം ഒഴിച്ച് ബാക്കിയുള്ളവരുടെ എല്ലാം സ്നാനം നടത്തി. എന്നാൽ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മാതാവ് പോയി സ്നാനപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. ഈ സന്ദർഭങ്ങളിലൊക്കെ എൻ്റെ മാതാവ് വളരെ സ്നേഹത്തോടെ എന്നെ ഉപദേശിക്കും, ഒത്തിരി പ്രാർത്ഥിക്കും. പല ദൈവദാസന്മാര് അവസരം കിട്ടുമ്പോഴൊക്കെ വഴിയിലൊക്കെ വെച്ച് എന്നെ കാണും, സ്നേഹത്തോടെ ഇടപെടും. അങ്ങനെ അതിലൊരു ദൈവദാസൻ എനിക്ക് വളരെയധികം എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന പല വാക്കുകൾ
അദ്ദേഹത്തിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് നഷ്ടപ്പെട്ട വേദന എനിക്കുണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്നുള്ളതായ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ തന്നെ ദൈവം അമ്മച്ചിയുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് എന്നോട് എൻ്റെ ഹൃദയത്തിൽ ഇടപെടുവാനൊക്കെ തുടങ്ങി. ആ ദൈവദാസൻ വളരെ സ്നേഹത്തോടെ എന്നോട് ഇടപെട്ട് ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ. ഒരു ദിവസം അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാജു, കൊച്ചിയില് റെയ്നാഡ് ബോങ്കയുടെ ഒരു മീറ്റിംഗ് നടക്കുന്നു. എനിക്ക് റെയ്നാഡ് ബോങ്ക ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, സ്തോത്രം. എന്നാലും അദ്ദേഹത്തോടുള്ള ആ ഒരു സ്നേഹം എൻ്റെ ഉള്ളത്തിലുണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് എന്നാ വീട് വിട്ട് മാറി എവിടെയെങ്കിലും പോവാം, മാറി നിൽക്കാം എന്നുള്ള ചിന്തയില് അദ്ദേഹത്തോട് ചേർന്ന് ഞാനും കൊച്ചിയിലേക്ക് പോകാനിടയായി തീർന്നു. എനിക്ക് തോന്നുന്നു 1999 98 ആ കോൺഫറൻസ് കൊച്ചിയിൽ നടക്കുന്നത്. അതിൽ പോയി സംബന്ധിച്ചു. എന്നാൽ ആ മീറ്റിംഗ് എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ സന്തോഷവും എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന, ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉളവാകുന്ന നിലയിൽ എൻ്റെ ഹൃദയത്തോട് എൻ്റെ ജീവിതത്തോട് ഇടപെടുന്ന ഒത്തിരി അനുഭവങ്ങളായിരുന്നു എനിക്കെന്നുണ്ടായിരുന്നത്. ആ കോൺഫറൻസിൽ മെയിനായിട്ട് ഞാൻ കേട്ട ആ സന്ദേശം എന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളതായ ആ സന്ദേശമാണ്. ആമേൻ. അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ആ വചനം എടുത്തു പറഞ്ഞ് ഹൃദയങ്ങളിലേക്ക് ആ വചനം കാര്യമായിട്ട് പ്രവേശിപ്പാനിടയായി തീർന്നു. മടങ്ങി വന്നത് ഒത്തിരി മാറ്റങ്ങളോടുകൂടിയാണ്, ഒത്തിരി തീരുമാനങ്ങളോടുകൂടിയാണ് മടങ്ങി വന്നത്. എങ്കിലും ഞാൻ പള്ളിയിൽ പോകുന്നത് മുടക്കിയില്ല. കാരണം എൻ്റെ കുടുംബക്കാരൊക്കെ എന്ന് പറഞ്ഞ എല്ലാവരും പാരമ്പര്യമായിട്ട് അങ്ങനെയുള്ളതായ ആ വിശ്വാസത്തിലൊക്കെ വന്നതുകൊണ്ട് അവരെ ഒന്ന് പിണക്കാൻ എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇട ദിവസങ്ങളിലൊക്കെ വല്ലപ്പോഴും ദൈവദാസന്മാരുടെ അടുക്കലൊക്കെ പോവും, പ്രാർത്ഥിക്കും. അങ്ങനെ ഒക്കെ വന്നു. 1998 ഡിസംബർ മാസത്തിൽ ഒരു മീറ്റിംഗ്, അത് എൻ്റെ വീടിനടുത്ത് തന്നെ നടക്കുവാനിടയായി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മലങ്കര ക്രിസ്ത്യൻ ചർച്ച് MCC എന്ന് പറയുന്ന ഒരു ചർച്ചിന്റെ ഒരു മീറ്റിംഗ് എല്ലാ ആഴ്ചകളിലും ഒരു ദിവസം ഞങ്ങളുടെ കോളനിയിൽ, ഞങ്ങളുടെ ആ ഗ്രാമത്ത് ഒരു വീട്ടിൽ നടക്കുമായിരുന്നു. തോമസ് സാർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, കോളേജിലെ ഒരു സാറാണ്. അദ്ദേഹം ക്ലാസ് എടുക്കും. ഒത്തിരി യൗവനക്കാർ ആ മീറ്റിങ്ങിലൊക്കെ, ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കും. ഞാനും വല്ലപ്പോഴും ഒക്കെ പങ്കെടുക്കും. ഒത്തിരി നല്ല മീറ്റിങ്ങുകളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 1998 ഡിസംബർ മാസം 31 രാത്രി മീറ്റിങ്ങിൽ ആ MCC മീറ്റിങ്ങിന്റെ, ചർച്ചിന്റെ ആ മീറ്റിങ്ങിൽ ഒരു വീട്ടിലാണ് നടക്കുന്നത്. ആ തോമസ് സാറിന്റെ വീട്ടിലാണ്. എന്നെ വിളിച്ചു, സാജു വരണം. അങ്ങനെ ഞാനവിടെ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു അയൽവക്കത്തുള്ള, അതായത് ചുറ്റുപാടുമുള്ള ഒത്തിരി ചെറുപ്പക്കാർ, കുടുംബങ്ങൾ, ഏകദേശം ഒരു 5-6 കിലോമീറ്ററിനുള്ളിലുള്ള ഒത്തിരി ഞാൻ അറിയുന്ന കുടുംബങ്ങളൊക്കെ, സഹോദരങ്ങളൊക്കെ അവിടെയുണ്ട്. അവിടെ വെച്ച് അവരെയൊക്കെ വീണ്ടും കാണാനിടയായി. അങ്ങനെ പ്രാർത്ഥന തുടങ്ങി. പലരും സാക്ഷ്യം പറയാൻ എഴുന്നേറ്റു. വാച്ചിന് സർവീസ് ആയിരുന്നത്. ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു, പാട്ട് പാടിക്കൊണ്ടിരുന്നു. എനിക്കറിഞ്ഞുകൂടാ, ഞാൻ ജസ്റ്റ് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. എന്നാൽ ആ രാത്രിയിൽ എൻ്റെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഒത്തിരി കരയാൻ തുടങ്ങി. ഞാൻ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. എൻ്റെ ചുറ്റുപാടും എന്നെ അറിയുന്ന ആളുകളാണ് ഉള്ളത്, എന്നാൽ ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ ഉള്ളത്തിൽ ഇടപെടുവാനിടയായി. ആമേൻ. ഞാൻ എൻ്റെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുവാനിടയായി. ഏകദേശം ഒരു 10 മണി 10:30 സമയത്ത്, സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റു. എനിക്കറിയത്തില്ല, ഒന്നും പറയാൻ എനിക്കറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് എഴുന്നേൽക്കുവാനുള്ള ഒരു പ്രേരണ ദൈവത്തിന്റെ ആത്മാവ് തന്നു. ഞാൻ അങ്ങനെ ആ ജനത്തിന്റെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് എനിക്കറിയാവുന്ന ഭാഷയിൽ, അറിയാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ സാക്ഷ്യം, ഞാൻ യേശുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. ആമേൻ. എൻ്റെ പാപമംഗലമായ ജീവിതത്തിൽ എന്നെ വിടുവിപ്പാൻ വന്ന യേശുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നു എന്ന് കണ്ണുനീരോടെ പറഞ്ഞ് അന്ന് രാത്രി എൻ്റെ കർത്താവിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനിടയായി. ഒരു പുതിയ സൃഷ്ടിയായി അന്ന് രാത്രി തീരുവാൻ
കർത്താവിനിടയാക്കി തീർത്തു. 1998 ആ അവസാനത്തെ ദിവസം ആ രാത്രിയിൽ ആമേൻ ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക്, സൃഷ്ടിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് ഞാൻ 13 വയസ്സുള്ളപ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയെന്ന്. അന്ന് മുതൽ പിതാവില്ലാത്തൊരു ദുഃഖം, ഒരു വലിയ വേദന എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടിയ രാത്രിയിൽ ഞാൻ അന്നുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ വേദന, ആ പിതാവിന്റെ നഷ്ടം ആ കർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി ഒരു വലിയ സമാധാനം എനിക്ക്. ലോകത്തിലെ പിതാവ് നഷ്ടപ്പെട്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവായി എൻ്റെ ഉള്ളത്തിലേക്ക് വന്നു എന്നുള്ളതായ ഒരു ബോധ്യം ദൈവം എനിക്ക് തരുവാനിടയായി തീർന്നു. അന്നു മുതൽ എൻ്റെ ജീവിതം മാറി. തുടർന്നുള്ളതായ ദിവസങ്ങളിൽ പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ കടന്നുപോയി. വ്യാഴാഴ്ചകളിൽ ബൈബിൾ ക്ലാസ്സുകൾ സംബന്ധിപ്പാനിടയായി തീർന്നു. അപ്പോൾ തന്നെ എൻ്റെ വീട്ടിന്റെ ഉത്തരവാദിത്തങ്ങളും ജോലിയൊക്കെ ആയിട്ട് മാതാവിനെ ശുശ്രൂഷിക്കുക, അങ്ങനെ ഒത്തിരി ജീവിതത്തിൽ ബന്ധപ്പാടുകളുടെ നടുവിലും അറിഞ്ഞ സത്യത്തിന് വേണ്ടി അതിൽ വളരാനും അതിൽ മുന്നേറാനും ആ ദൈവത്തോടുള്ള സ്നേഹത്തിൽ മുന്നോട്ട് ഓടുവാനും ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ വചനത്തിലൂടെയും അഭിഷക്തന്മാരിലൂടെയും ഒക്കെ അറിയിക്കുവാനും മുന്നോട്ട് നടത്തുവാനും ദൈവം കൃപ ചെയ്തു. ഒത്തിരി ദൂരത്താണ് വ്യാഴാഴ്ച ബൈബിൾ ക്ലാസ് ഒക്കെ നടക്കുന്നത്. അപ്പോ അന്ന് വണ്ടിയോ കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്ത സമയങ്ങളാണ്. നടന്നു പോകാൻ ദൂരം ഉള്ളത് കൊണ്ട് വ്യാഴാഴ്ചത്തെ ബൈബിൾ ക്ലാസ്സിന് വേണ്ടി അടിച്ച് ഞാനങ്ങനെ പോയി എല്ലാ വ്യാഴാഴ്ചയും സംബന്ധിപ്പാനിടയായി. എന്നാൽ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ആ ദിവസങ്ങളിലെ ബൈബിൾ ക്ലാസ്സുകൾ, കൂട്ടായ്മകൾ, വചനം കേൾക്കുമ്പോഴൊക്കെ എൻ്റെ ഉള്ളത്തിൽ മറ്റാരും നിർബന്ധിക്കാതെ, ആരും എൻ്റെ തലയിൽ കൈവയ്ക്കാതെ തന്നെ എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായി തീർന്നു. സ്തോത്രം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണമെന്നും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്നും ദൈവവചനം പഠിക്കണമെന്നുള്ളതായൊരു പ്രേരണ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ തരുവാനിടയായി തീർന്നു. നിരന്തരമായി അത് ഇടപെട്ടുകൊണ്ടിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ മാതാവിനോട് ഇത് പങ്കുവെക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം വീട്ടിൽ ഞാനും മാതാവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാല് ദിനം തോറും ഈ ദൈവത്തിന്റെ ഇടപെടലുകൾ എൻ്റെ മനസ്സിൽ കൂടിക്കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, എൻ്റെ ഉള്ളത്തിൽ ദൈവാത്മാവ് ഇങ്ങനെ ഇടപെടുന്നു, ഞാൻ എന്തോ ചെയ്യണം? അമ്മച്ചി പറഞ്ഞു, മോനെ, അങ്ങനെ ദൈവം സംസാരിക്കുന്നെങ്കിൽ, ദൈവം അങ്ങനെ ഇടപെടുന്നെങ്കിൽ നിശ്ചയമായും നീ ദൈവവചനം പഠിക്കാനായിട്ട് പോകണം, ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണം. അമ്മച്ചി വേറൊരു കാര്യം കൂടി പറഞ്ഞു. യാക്കോബായ സമുദായത്തിൽ ആയിരുന്നപ്പോൾ തന്നെ എനിക്ക് 2 വയസ്സുള്ള സമയത്ത് ഒരു കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് മാതാവിന്റെ മടിയിൽ ഞാൻ ഇരിക്കുന്നു. അപ്പോ പ്രസംഗിച്ച ദൈവദാസൻ ശുശ്രൂഷയ്ക്കൊടുവിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരാളെ, നിങ്ങൾക്കുള്ളതിൽ ഒന്നിനെ കൊടുക്കാൻ നിങ്ങൾ മനസ്സ് വെച്ചാൽ ദൈവം നിങ്ങളെ പ്രസാദിക്കുക എന്നുള്ളതായ സന്ദേശം ആ രാത്രി കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മച്ചി എന്നെ കയ്യിലെടുത്ത് ദൈവസന്നിധിയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നു എന്ന് അന്ന് എന്നോട് പറയുവാനിടയായി. അങ്ങനെ പിന്നെയും ഞാന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അമ്മച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ളതായ ഒരു ഭാരം, ഒരു ചിന്ത എൻ്റെ ഉള്ളത്തിലുള്ളത് കൊണ്ട് ഞാൻ ആ വിഷയത്തിൽ ഒരു സ്റ്റെപ്പ് എടുക്കാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പിന്നെയും മാസങ്ങൾ കടന്നുപോയി. എന്നാൽ ദൈവത്തിന്റെ നിർബന്ധം, പൗലോസ് പറയുന്നത് പോലെ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ആ ദൈവത്തിന്റെ വിളി ബോധ്യമായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും പറയട്ടെ, ഒരു മാനുഷിക ശബ്ദം കേട്ട് ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് മുന്നോട്ട് എത്ര ദൂരം പോകാൻ കഴിയുമായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടെ. എന്നാൽ ദൈവശബ്ദം കേട്ട് സമർപ്പിച്ചു. 1999 മെയ് മാസത്തിൽ കോഴിക്കോടുള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ബൈബിൾ കോളേജിൽ കടന്നുപോയി. 3 വർഷം ദൈവവചനം പഠിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. സ്തോത്രം. വളരെയധികം പ്രതിസന്ധികൾ ആ ബൈബിൾ കോളേജ് പഠനത്തിലൊക്കെ എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നു. ഒത്തിരി പേര് ആ പഠനത്തിന്റെ നടുവിൽ ബൈബിൾ കോളേജ് പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ ഒത്തിരി സഹോദരങ്ങൾ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നു. എന്നാൽ ഒത്തിരി വെല്ലുവിളികളും ഒത്തിരി പ്രതിസന്ധികളൊക്കെ
ഉണ്ടായിരുന്നെങ്കിലും കടന്നു വന്നെങ്കിലും പ്രാർത്ഥനയോടെ അനേക രാത്രികൾ ഉറങ്ങാതെ പ്രാർത്ഥനയോടെ ആ വിഷയങ്ങളെല്ലാം ദൈവത്തിനെ സമർപ്പിച്ചത് കൊണ്ട് ഓരോ വിഷയത്തിനും ദൈവം പരിഹാരം തരുവാനിടയായി തീർന്നു. പലപ്പോഴും പല വിഷയങ്ങളുടെ നടുവിൽ ദൈവസന്നിധിയിൽ രാത്രി സഹോദരങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ ഓഫീസ് റൂമിൽ പോയിരുന്ന് മുട്ടുമടക്കി ദൈവത്തിനെ നിലവിളിക്കും. അനേക മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കും. എന്നാൽ ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില മണിക്കൂറുകളൊക്കെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ചില വചനങ്ങൾ സംസാരിക്കും, ചില ശബ്ദങ്ങൾ ഞങ്ങൾ കേൾക്കും. അപ്പോൾ എൻ്റെ ഉള്ളത്തിൽ എനിക്ക് ബോധ്യമാകും, നിശ്ചയമായും കർത്താവ് എനിക്ക് എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, മറുപടി തന്നിരിക്കുന്നു. അവിടുന്ന് സ്തോത്രം പറഞ്ഞ് എഴുന്നേറ്റ് പോകും. കാരണം എനിക്ക് ഉറപ്പായിരുന്നു ദൈവം എനിക്ക് മറുപടി തന്നു. രാവിലെ നേരം വിളിക്കുമ്പോൾ ഞാൻ ആ മറുപടി എൻ്റെ ജീവിതത്തിൽ കാണുവാനിടയായിട്ടുണ്ട്. ഒത്തിരി സന്ദർഭങ്ങൾ. അങ്ങനെ 3 വർഷത്തെ ബൈബിൾ കോളേജ് പഠനം നടന്നുകൊണ്ടിരിക്കവേ 3-ാമത്തെ വർഷം കർത്താവിന്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വടക്കേ ഇന്ത്യയിലെ ഒരു അഭിഷിക്തനായ ഒരു ദൈവദാസൻ ഒരു ക്ലാസ് എടുക്കുവാനായിട്ട്, വൺ ഡേ ക്ലാസ് എടുക്കുവാനായിട്ട് വന്നു. അദ്ദേഹം മിഷണറി ചലഞ്ച്, വടക്കേ ഇന്ത്യയിലെ മിഷനെ കുറിച്ചുള്ളതായ അനേക കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങളുമായിട്ട് പങ്കുവച്ചു. അങ്ങനെ പങ്കുവെച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ദൈവാത്മാവ് സംസാരിപ്പാനിടയായി തീർന്നു. ആമേൻ. വടക്കേ ഇന്ത്യയിലേക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്നുള്ളൊരുതായൊരു ഒരു ശബ്ദം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അനുഭവപ്പെടുവാനിടയായി തീർന്നു. ഞാന് കൈയൊന്നും ഉയർത്തിയില്ല, ആരോടും പറഞ്ഞില്ല. ഞാൻ ദൈവത്തോട് മനസ്സിൽ പ്രാർത്ഥിച്ച്, കർത്താവേ നിന്റെ ഹിതമെങ്കിൽ ഞാൻ പോകാം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരു കാരണവശാലും എനിക്ക് അങ്ങനെ പോകാൻ കഴിയത്തില്ല എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ വീടിന്റെ അവസ്ഥ, എൻ്റെ മാതാവിനെ ഒറ്റയ്ക്കാക്കി പോകണം, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ദൈവം സഹായിച്ച് മാതാപിതാക്കളുടെ കഷ്ടപ്പാടും അധ്വാനവും ഒക്കെ കൊണ്ട് കുറച്ച് കൃഷി സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ വലിയ ഉത്തരവാദിത്തങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാന് ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞതിന് ശേഷം വയനാട്ടിൽ തന്നെ വീട്ടിൽ താമസിച്ച് പല സ്ഥലങ്ങളിൽ പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ബൈബിൾ കോളേജിൽ പോയത്. എന്നാൽ ദൈവത്തിന്റെ ഇപ്രകാരമുള്ള ഇടപെടലുകൾ ഉണ്ടായി. ഞാനത് മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചു, ഡയറിയിൽ ഞാൻ എഴുതി വെച്ചു. അങ്ങനെ ദൈവഹിതമെങ്കിൽ, ദൈവം അയക്കുന്നുവെങ്കിൽ ഞാൻ പോകാം. പക്ഷേ എങ്കിൽ ഞാനതെല്ലാം വിട്ടുകളഞ്ഞു, മറന്നുപോയി. കോളേജ് പഠനത്തിന് ശേഷം തിരിച്ച് വീണ്ടും വയനാട്ടിലേക്ക് ചെന്നു. വീട്ടിൽ താമസിച്ച് വീട്ടിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തി. വീട്ടിൽ നിന്ന് പോയി വരത്തക്ക ദൂരത്ത്, ഏകദേശം 10 കിലോമീറ്റർ ദൂരത്ത് ആയിട്ട് 2 സ്ഥലങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. പ്രാർത്ഥിച്ച് ആഴ്ചയിൽ 3 ദിവസം കടന്നു പോകും. 3-4 ദിവസം കടന്നുപോയി അവിടെ റൂം എടുത്ത് അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. വീട് വീടാന്തരം കയറി ഇറങ്ങി സുവിശേഷം പറയും. പല സന്ദർഭങ്ങളിൽ ക്യാമ്പസ് ക്രൂസൈഡിനോട് ചേർന്ന് ഫിലിം ഷോ ഒക്കെ നടത്തി അങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. IPCയോടുള്ള ബന്ധത്തിലാണ് പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയത്. അങ്ങനെ വളരെ നല്ല നിലയിൽ ഒരു പൈനിയർ മിനിസ്ട്രി എന്ന നിലയിൽ സുവിശേഷം അനേകരോട് പങ്കുവെപ്പാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കവേ 2003 ഞാൻ വിവാഹം കഴിച്ച എൻ്റെ പ്രിയ ഭാര്യ സഹോദരിയുടെ ആ വിവാഹത്തിന്റെ പ്രപ്പോസൽ എനിക്ക് ലഭിക്കാനിടയായി തീർന്നു. ഭാര്യയുടെ വീട് നിലമ്പൂരാണ്. അങ്ങനെ ഒരു പ്രപ്പോസൽ എൻ്റെ മുമ്പിൽ വന്നു. ഞാൻ കടന്നുപോയി കാണുവാനിടയായി. ഞാൻ അറിഞ്ഞപ്പോൾ പ്രിയ ഭാര്യ സഹോദരി അദ്ദേഹം ഡൽഹിയിൽ അനേക വർഷങ്ങളായിട്ട് ജോലിയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. പക്ഷേ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ നിരസിച്ചു. കാരണം എനിക്ക് വയനാട്ടിൽ, കേരളത്തിൽ തന്നെ കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ളതായ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഈ നിലയിൽ ഈ പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഹിതമാണ് ഈ പ്രപ്പോസൽ എന്ന് മനസ്സിലാക്കിയ ആ കുടുംബം അവര് എൻ്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഡൽഹിയിലെ ജോലി റിസൈൻ ചെയ്ത് വയനാട്ടിലേക്ക് വരാം, അല്ലെങ്കിൽ കേരളത്തിലേക്ക് മടങ്ങി വരാം എന്നുള്ളൊരു തീരുമാനം അറിയിച്ചു. അങ്ങനെ 2003 ഏപ്രിൽ മാസത്തിൽ ഞങ്ങളുടെ വിവാഹം നടക്കുവാനിടയായി. വിവാഹാനന്തരം ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേല ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ കടന്നുപോയി.
കേണിച്ചിറ, വാഴവറ്റ എന്ന് പറയുന്ന 2 സ്ഥലങ്ങളിൽ കടന്നുപോയി ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ചില മാസങ്ങൾ മുന്നോട്ട് പോയി. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ രണ്ടുപേരും കർത്താവിന്റെ വേലയ്ക്ക് പോകും. വീടുകളൊക്കെ കയറി ഇറങ്ങും, സുവിശേഷം പറയും, പ്രാർത്ഥിക്കും. അങ്ങനെ അനേകർക്ക് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും അനേകരുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ വരുന്നത് കാണുവാനൊക്കെ ദൈവം ഇടയാക്കി. എന്നാൽ ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു സ്പെഷ്യൽ മീറ്റിംഗിൽ, ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ കുടുംബമായി സംബന്ധിക്കേണ്ടി വന്നു. അങ്ങനെ സംബന്ധിക്കുന്ന വേളയിൽ ഒരു കർത്താവിന്റെ ദാസൻ, ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസൻ എന്റെ തലയിൽ കൈവച്ചിട്ട് ഞങ്ങളോടായിട്ട് പ്രകാരം പറഞ്ഞു, മകനെ, നിന്നെ ഇവിടെയല്ല കണ്ടിരിക്കുന്നത്, വടക്കേ ഇന്ത്യയിൽ നീ അറിയാത്ത ഭാഷക്കാരുടെ നടുവിൽ ദൈവം നിന്നെ വേലയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആമേൻ. അതിനുവേണ്ടി മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കണം എന്നുള്ള ശക്തമായ ദൈവശബ്ദം കേട്ടു. ആ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ആമേൻ, പണ്ട് ദൈവം എന്നോട് ഇടപെട്ടതായ കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നു. എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ നേരം കിട്ടിയില്ല, മറ്റൊരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ വടക്കേ ഇന്ത്യയിലേക്ക് കർത്താവിന്റെ വേലയ്ക്ക് പോകണം എന്നുള്ളൊരു ആഹ്വാനം എൻ്റെ ഉള്ളത്തിൽ എനിക്ക് ലഭിക്കാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്തു. ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ മുമ്പും പിമ്പും നോക്കാതെ മാതാവിന്റെ കാര്യങ്ങളോ വീടിന്റെ കാര്യങ്ങളോ ഒന്നും നോക്കാതെ അങ്ങനെ ഒരു ദൈവിക ഇടപെടൽ, ശക്തമായ ഒരു പ്രേരണ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇനി പുറകോട്ട് നിന്നാ പറ്റത്തില്ല എന്നുള്ളൊരു തീരുമാനമെടുത്ത് ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് വരുവാനുള്ള ക്രമീകരണം ചെയ്തു. ആമേൻ. അങ്ങനെ 2003 തന്നെ ഞങ്ങൾ രണ്ടുപേരും ഡൽഹിയിൽ വന്നു. വന്ന് ഭാര്യ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ജോലി അതിൽ പ്രവേശിപ്പാൻ പിന്നീട് ദൈവം അവസരം കൊടുത്തു. അതിനുശേഷം ശുശ്രൂഷയ്ക്കുള്ളതായ എവിടെ പ്രവർത്തിക്കണം, എവിടെ തുടങ്ങണം എന്നുള്ളതായ ഒരു തീരുമാനത്തിലേക്ക് വരാൻ സമയമെടുത്തെങ്കിലും പെട്ടെന്ന് തന്നെ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ദൈവം ഒരുക്കി. ഡൽഹിയിലുള്ള ഈസ്റ്റ് ഡൽഹിയിലുള്ളതായ ഒരു ദൈവദാസനോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ളതായ ക്രമീകരണങ്ങൾ ഉണ്ടായി. അങ്ങനെ 2003 ജൂലൈ മാസത്തിൽ അദ്ദേഹത്തോട് ചേർന്ന് ഞങ്ങളുടെ ശുശ്രൂഷ ആരംഭിച്ചു. ആ ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്റർ ആയിട്ടാണ് ഞാൻ അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് കയറിയത്. എൻ്റെ ഭാര്യ ജോലിക്ക് പോകും, ഞാൻ ആ സഭയുടെ ശുശ്രൂഷ ആ ദൈവദാസനോട് ചേർന്ന് ചെയ്യും. എനിക്ക് ഹിന്ദി അറിയത്തില്ല, ഈ നാട്ടുകാരെ അറിഞ്ഞുകൂടാ. എന്നാല് കർത്താവിന്റെ ഉള്ളത്തിൽ ഒരു വലിയ ആഴത്തിലുള്ളതായ ഒരു ദാഹം, ആത്മാക്കളെ കുറിച്ചുള്ള വലിയൊരു ദാഹം എനിക്ക് തന്നു. ആമേൻ. എനിക്ക് ട്രാക്ട് കൊടുക്കാം, ഒന്നും പറയാൻ അറിഞ്ഞുകൂടാ. ആരെങ്കിലും എന്തേ ചോദിച്ചാൽ മറുപടി പറയാനും അറിഞ്ഞുകൂടാ. അന്ന് മൊബൈൽ സംവിധാനങ്ങളൊന്നും അങ്ങനെ ഇല്ല, കൂടുതലൊന്നും ആയിട്ട് അധികം ഇല്ലായിരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ആളുകളോട് സുവിശേഷം പറയണം എന്നുള്ളതായ ആഗ്രഹത്തിൽ കുറെ ട്രാക്ട് ഒക്കെ എടുത്ത് ഭാര്യ രാവിലെ ജോലിക്ക് പോകുമ്പോൾ, അന്ന് DC ബസ്സാണ്, ഭാര്യയുടെ കൂടെ ആ ബസ്സിൽ കയറും. എല്ലാവരും ഇരുന്ന് കഴിയുമ്പോൾ എഴുന്നേറ്റ് എല്ലാവർക്കും അവരുടെ സീറ്റുകൾ കടന്നു ചെന്ന ട്രാക്റ്റുകൾ കൊടുക്കും. അത് ആ ബസ് ചെന്നെത്തുന്ന സ്ഥലത്ത് ഞാൻ ഇറങ്ങി വീണ്ടും തിരിച്ച് വേറൊരു ബസ്സിൽ തിരികെ കയറും. അങ്ങനെ വീടിന്റെ അവിടം വരെ ട്രാക്റ്റുകൾ കൊടുക്കുക. അങ്ങനെ ദിവസങ്ങളോളം കർത്താവ് എന്നിലൂടെ ആ കാര്യങ്ങൾ ചെയ്യുവാനിടയായി. ഡൽഹിയിൽ ചില വർഷങ്ങൾ അങ്ങനെ കർത്താവിന്റെ വേല ചെയ്തു. എന്നാൽ ഏകദേശം ഒരു 2-2.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുവാനിടയായി. എനിക്ക് തുടർന്നും ഡൽഹിയിൽ നിൽക്കാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഭാര്യയ്ക്ക് ജോലിയുണ്ട്, എനിക്ക് ശുശ്രൂഷിക്കാൻ നല്ലൊരു ചർച്ചുണ്ട്, താമസിക്കാൻ വാടകയ്ക്ക് അവരൊരു വീടെടുത്ത് തന്നിട്ടുണ്ട്. ചെറിയതാണെങ്കിലും അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടുണ്ട്. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിരന്തരമായി സംസാരിപ്പാനിടയായി. എന്നെ വിളിച്ചത് ഈ പട്ടണത്തിലേക്കല്ല, ഈ പട്ടണത്തിൽ നിന്ന് ഇപ്പോൾ ഗ്രാമങ്ങളിലേക്ക് പോകണം എന്നുള്ളതായ ദൈവശബ്ദം ഹൃദയത്തിൽ ഇടപെടുവാനിടയായി. നിരന്തരമായി ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുമായി വിഷയം പങ്കുവെച്ചു. എന്നാൽ ഭാര്യയ്ക്ക് അതിനോട് താല്പര്യം തോന്നിയില്ല. കാരണം പട്ടണം വിട്ട് ഗ്രാമങ്ങളിലേക്ക് പോകുക, ഹിന്ദി അറിയത്തില്ല, ആരെയും നമുക്ക് പരിചയമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ? ആ സമയത്ത് എൻ്റെ മോന് 6 മാസം പ്രായമുണ്ട്. എനിക്ക് 2 മക്കളാണുള്ളത്, മോനും മോളും.
മോന്റെ പേര് സാമുവേൽ, മോളുടെ പേര് ഹന്ന. മോന് 6 മാസം പ്രായമുള്ളപ്പോഴാണ് ഇങ്ങനെ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നത്. ഞാൻ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, എങ്ങനെ നമ്മുടെ കുഞ്ഞിനെ നോക്കണ്ടേ, നമുക്ക് വീട് വേണ്ടേ, താമസിക്കണ്ടേ, കഴിക്കാൻ ഭക്ഷണം വേണ്ടേ, അങ്ങനെ പല ഉത്തരവാദിത്തങ്ങളും ചെലവുകളൊക്കെ നമുക്കുള്ളപ്പോൾ നമ്മളെ ആരും സഹായിക്കും എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ തുടരാം, ഉള്ള ജോലി കളയണ്ട, നല്ല ഇവിടെയാണെങ്കിലും ശുശ്രൂഷ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എങ്കിലും ദൈവസന്നിധിയിൽ ഞാൻ കൂടുതൽ നിർബന്ധിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ ഹിതമെങ്കിൽ ഞങ്ങളെ അയക്കണമേ, എൻ്റെ ഭാര്യയോട് ദൈവം സംസാരിക്കണമേ. ഞാൻ പറയട്ടെ, ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയത്തിന്റെ മറുപടി എന്നോണം ഒരു ദിവസം ഭാര്യ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു. അല്പനേരം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ദൈവം അങ്ങനെ സംസാരിച്ചെങ്കിൽ നമുക്ക് പോകാം, ജോലിയെക്കാളും വലുത് കർത്താവിന്റെ വേലയാ, നമ്മളുടെ ദൈവം നോക്കിക്കൊള്ളും എന്നുള്ളതായ മറുപടി കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം ഉണ്ടായി. അങ്ങനെ സാധാരണ പട്ടണത്തിലൊക്കെ വന്ന ദൈവദാസന്മാർ ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുന്ന ചുരുക്കമാണ്. എന്നാൽ ഹൃദയത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ 2005 മാർച്ച് മാസത്തിൽ ഞങ്ങൾ വൈഫിന്റെ ജോലി റിസൈൻ ചെയ്തു. ആമേൻ. ശുശ്രൂഷ, ഡൽഹിയിലെ ശുശ്രൂഷ അന്ന് ഒഴിവാക്കി. അന്ന് ഞങ്ങൾ 2005 മാർച്ച് മാസം 10-ാം തീയതി മധുര എന്ന് പറയുന്ന സ്ഥലത്ത് കോശിക്കല്ലാൻ എന്ന ഒരു ഗ്രാമമുണ്ട്, അവിടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നുപോയി. അവിടെ കർത്താവിന്റെ വേല ചെയ്തു. അവിടെ ഒരു 2-3 മലയാളി ഫാമിലി ഉണ്ട്. ഞങ്ങൾക്ക് ഹിന്ദി അപ്പോഴും അറിഞ്ഞുകൂടാ, ഭാര്യയ്ക്ക് അല്പം ഹിന്ദി അറിയാം, എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാ. അവിടെ ആ മലയാളികളെയൊക്കെ അവരുടെ അടുക്കൽ പോയി അവിടെ താമസിക്കാനുള്ള ക്രമീകരണം ഉണ്ടായി. അവരുമായിട്ട് അവരിൽ 1-2 പേര് വിശ്വാസത്തിലാണ്. അവരുമായിട്ട് ഞാൻ ഗ്രാമങ്ങളിൽ പോകും, ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കും, ഒരാള് ഹിന്ദിയിലേക്ക് അത് തർജ്ജമ ചെയ്യും. അങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. അവിടെ ചിലരെ കർത്താവിന് വേണ്ടി നേടുവാൻ ദൈവം സഹായിച്ചു. അവിടെ ചെറിയ സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിപ്പാൻ ഇടയായി. അങ്ങനെ അവിടെ പ്രവർത്തിച്ചു വരവേ എൻ്റെ ഭാര്യ അവിടെ ടീച്ചറായിട്ടും ജോലി ചെയ്തു, ഞാൻ അവിടുത്തെ പാസ്റ്ററായിട്ടും അങ്ങനെ ശുശ്രൂഷിച്ചു വരവേ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തിൽ ഇടപെട്ടു, ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ഞങ്ങളെ രാജസ്ഥാനിലേക്ക്, ഭരത്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അയപ്പാനിടയായി തീർന്നു. സ്തോത്രം. അവിടുത്തെ മധുരയിലെ പ്രവർത്തനം വേറൊരു ദൈവദാസനെ ഏൽപ്പിച്ച് ഇന്നും ആ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് പോകുന്നു. സ്കൂളിന്റെ പ്രവർത്തനം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഞങ്ങൾ 2006 ഒടുവിൽ രാജസ്ഥാനിലേക്ക് കടന്നുപോയി. അവിടെ തികച്ചും ഒരു പൈനിയർ മിനിസ്ട്രി എന്ന നിലയിൽ, സുവിശേഷം എത്താത്ത, യേശു ആരാണെന്ന് അറിയാത്ത, തികച്ചും യേശുവിനെ കുറിച്ച് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുപോയി. ഏകദേശം 4 വർഷത്തിലധികം രാജസ്ഥാനി കർത്താവിന്റെ വേല ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഈ സമയം അതിനനുവദിക്കുന്നില്ല. സ്തോത്രം. എങ്കിലും ചില കാര്യങ്ങളൊക്കെ ജീവിതത്തോട് ബന്ധപ്പെട്ടത് പറഞ്ഞു മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് 2007 എൻ്റെ 2ാമത്തെ മകൾ ജനിക്കുന്നു. എന്നാൽ ഞങ്ങൾ 2 പേരും മൂത്ത കുഞ്ഞുമായിട്ട് ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി. എനിക്ക് ഹിന്ദി അറിയാത്തത് കൊണ്ട് ഞാൻ മലയാളത്തിൽ അവിടെ പ്രസംഗിക്കും. ഗ്രാമക്കാരുടെ നടുവിൽ എൻ്റെ ഭാര്യ അറിയാവുന്ന ഹിന്ദിയിൽ തർജ്ജമ ചെയ്യും. എൻ്റെ ശുശ്രൂഷ രാജസ്ഥാനിൽ അങ്ങനെ തുടങ്ങി. ഞങ്ങളുടെ കയ്യിൽ സൈക്കിളോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ല, പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനും ആരുമില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം മാത്രം മുന്നിൽ കണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോയി. ആളുകളോട് എങ്ങനെയെങ്കിലും സുവിശേഷം പറയണം, ഗ്രാമങ്ങളെ കർത്താവിന് വേണ്ടി നേടണം എന്നുള്ള വലിയ ആഗ്രഹം എൻ്റെയും എൻ്റെ ഭാര്യയുടെ ഉള്ളത്തിൽ ഉള്ളത് കൊണ്ട് ഒരു ദിവസം പോലും അടങ്ങിയിരിക്കാതെ ഞങ്ങൾ ഗ്രാമങ്ങളിലൊക്കെ കടന്നു. ഏകദേശം 22 ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. പല ഗ്രാമങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഗ്രാമക്കാർ പറയും, ഈ ഗ്രാമത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഇല്ല, അടുത്ത ഗ്രാമത്തിൽ ചെന്നാൽ ഒരുപക്ഷെ അവിടെ ചോദിച്ചാൽ കാണാൻ കഴിയും. അത്രമാത്രം യേശുവിനെ കുറിച്ച് കേൾക്കാത്തവരാ. കടയിൽ ഒരു വ്യക്തിയോട് സുവിശേഷം പറയുകയാണെങ്കിൽ, യേശുവിനെ അറിയാവോ, യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, കടക്കാരൻ പറയും, ഈ കടയിൽ ആ സാധനം കിട്ടത്തില്ല.
അത്രമാത്രം അവര് ചിന്തിച്ചത് യേശു എന്ന് പറയുന്നത് എന്തോ ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലെ ഏതൊരു വ്യക്തിയാണ് എന്ന് ചിന്തിച്ച ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് അനേകരോട് സുവിശേഷം പറയുവാൻ, അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ കർത്താവ് ഇടയാക്കി. ഞങ്ങൾ പട്ടണത്തിൽ താമസിക്കുന്നു, ഗ്രാമത്തിൽ കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യുന്നു. വളരെ ചുരുക്കം പ്രവർത്തനങ്ങളെ ഭരത്പൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ അന്നുണ്ടായിരുന്നുള്ളൂ. ഇന്നും അത്ര കൂടുതലൊന്നും കാര്യമായിട്ട് പറയാനില്ലെങ്കിലും ഒത്തിരി പേര് ഇന്ന് വിശ്വാസത്തിന് വേണ്ടി അവിടെ നിന്ന് ഇറങ്ങിത്തിരിച്ചു. ഇന്ന് ഒത്തിരി പ്രതികൂലം ആ ദേശത്ത്, ഭരത്പൂർ എന്ന സ്ഥലത്ത് സുവിശേഷത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയെ ആ ദേശത്തിന് വേണ്ടി ചോദിക്കുകയാണ്. അങ്ങനെ 4 വർഷത്തിലധികം ഞങ്ങളിവിടെ പ്രവർത്തിച്ചു. കൂടെ ഇരുന്ന് ആരാധിക്കാനോ കയറി വരാനോ ഒരൊറ്റ വിശ്വാസികളും ഇല്ല. പക്ഷെ എല്ലാ ഞായറാഴ്ചയും ആരാധനയിൽ എങ്ങനെ നമ്മൾ ആരാധന ഹാളിൽ പോയിരുന്ന് ആരാധിക്കുന്നുവോ അതുപോലെ ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിന്റെ റൂമിൽ ഇരുന്ന് മണിക്കൂറുകൾ ദൈവത്തെ ആരാധിക്കും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ദൈവം അതിനെല്ലാം ഫലം ഈ നാളുകളിൽ തന്നുകൊണ്ടിരിക്കുന്നു. അനേകർ കർത്താവിന് വേണ്ടി വേർതിരിപ്പെടുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, അവിടെ ആയിരുന്ന സമയങ്ങളിൽ ഒത്തിരി വേദനകളിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഒത്തിരി പോരാട്ടങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. കഴിക്കാൻ ഭക്ഷണമില്ലാതെ, യാത്ര ചെയ്യാൻ ഞങ്ങളുടെ അടുത്ത് വണ്ടിക്കൂലി ഇല്ലാതെ, കുഞ്ഞുങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന്, മോന് LKG പഠിക്കുന്ന സമയമാണ്, ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ഒത്തിരി ഭാരപ്പെട്ട സമയങ്ങൾ. പക്ഷെ ഞാൻ പറയട്ടെ, ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ ദൈവം അനുവദിച്ചില്ല, ആരോടും ഞങ്ങളുടെ കാര്യം പറയത്തില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ കർത്താവിനെ മാത്രം നോക്കി ഇറങ്ങി കർത്താവിന് വേണ്ടി നിന്നു. ഞങ്ങളുടെ ഓരോരോ ആവശ്യങ്ങൾ ദൈവസന്നിധി പറയുമ്പോൾ കർത്താവ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നടത്തി തന്നു. വിശ്വാസത്തിന്റെ പരിശോധനകൾ ഒത്തിരി വന്നെങ്കിലും ആ സ്ഥലത്ത് ഞങ്ങളായിരുന്നപ്പോൾ ഒത്തിരി ദൈവപ്രവൃത്തികൾ കാണുവാൻ ദൈവം ഇടയാക്കി. അവിടെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ, 2007 എൻ്റെ മകൾ ജനിക്കുന്നു. 2007 ഒക്ടോബർ മാസം 4-ാം തീയതിയാണ്. എൻ്റെ ഭാര്യ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന സമയത്ത്, ഏകദേശം 6 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് നടക്കാൻ കഴിയുന്നില്ല, ജോലി ചെയ്യാൻ കഴിയുന്നില്ല, ഒത്തിരി പ്രയാസങ്ങൾ, ശ്വാസം മുട്ടുന്ന അനുഭവങ്ങൾ, നടക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നിനും കഴിയാത്തൊരു പ്രത്യേക സാഹചര്യം വന്നു. അപ്പൊ അവിടെ നല്ല ചികിത്സയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ കേരളത്തിൽ വന്നു. മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ എല്ലാവരും കേരളത്തിലായതുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ വന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി കാണിച്ചു. അവിടെ ചെന്ന് ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് സംബന്ധമായ എന്തൊരു വിഷയമാണ്, അതുകൊണ്ട് ഇക്കോ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ആ ടെസ്റ്റിന് വേണ്ടി പോയി. ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ടിന്റെ വാൽവുകളെല്ലാം കംപ്ലൈന്റ് ആണ്, ചില വാൽവുകളെല്ലാം ഒട്ടിപ്പോയി, ഒരു വാൽവിന് ഹോളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഗർഭം ധരിക്കുവാൻ അല്ലെങ്കിൽ പ്രസവിക്കുവാൻ ഈ മകൾക്ക് കഴിയത്തില്ല. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞ 2 പേർക്കും മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കേട്ടു. അത് കേട്ടപ്പോൾ ഹൃദയത്തിൽ ഒത്തിരി ഭാരമുണ്ടായി. എങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ചില ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ കടന്നുപോയി, പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെയും പോയപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതേ തന്നെ റിപ്പോർട്ട്. വീണ്ടും വന്നു, 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും വേറൊരു ഹോസ്പിറ്റലിൽ, കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ പോയി. എല്ലായിടത്തും ലഭിച്ച റിപ്പോർട്ട് സെയിം ആണ്. അവരെല്ലാം പറഞ്ഞ നിർദ്ദേശം പെട്ടെന്ന് തന്നെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണം, അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ പറയട്ടെ, വളരെ വേദനയോടെ ദൈവത്തിനെ പ്രാർത്ഥിച്ചു. എന്ത് ചെയ്യണം? എനിക്ക് പിതാവില്ല, എന്നെ ഉപദേശം തരാനോ ഹെൽപ്പ് ചെയ്യാനോ സാമ്പത്തികമായിട്ട് കരുതാനോ എനിക്ക് ആരുമില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഡോക്ടേഴ്സ് പലപ്പോഴും നിർബന്ധിച്ചു, നിങ്ങൾ ഓപ്പറേഷന് വേണ്ടി തയ്യാറാകും, കാരണം മൂത്ത ഒരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ ഒരമ്മയായിട്ട് ഇരിക്കണമെങ്കിൽ ഇപ്പൊ ഓപ്പറേഷൻ ചെയ്തെങ്കിലേ പറ്റൂ, ഇല്ല എങ്കിൽ അനി, എൻ്റെ ഭാര്യയുടെ പേര് അനിയാണ്, അനി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കേട്ടുകഴിഞ്ഞപ്പോൾ ഒത്തിരി വിഷമം തോന്നി. പ്രാർത്ഥനയിൽ സമയങ്ങൾ ചെലവഴിച്ചു, ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. ദൈവത്തെ അറിയാത്ത, സുവിശേഷം കേൾക്കാത്ത ആളുകളുടെ നടുവിലേക്ക് ദൈവം അയച്ചു. അവരുടെ എല്ലാം യേശു ജീവിക്കുന്ന ദൈവമാണെന്ന്, യേശു സൗഖ്യം തരുന്ന ദൈവമാണെന്ന് ഞങ്ങൾ പ്രസംഗിച്ചു നടന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ കഴിയും? ഒരു ഓപ്പറേഷൻ ചെയ്ത്
ഉള്ളിലെ കുഞ്ഞിനെ നഷ്ടമായി ഒരു മാരാരോഗിയായി ഇനി ആ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് യേശു സൗഖ്യദായകനാണെന്ന് എങ്ങനെ അവരോട് പറയാൻ കഴിയും എന്നൊരു വലിയ വെല്ലുവിളി ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നു. ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ഒരു വേള പലരുടെ നിർബന്ധം മുന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓപ്പറേഷന് വേണ്ടി മുന്നോട്ട് പോകുക എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ചിന്തിച്ചിരുന്ന സമയത്ത് ആ രാത്രിയിൽ എന്റെ ഭാര്യയോട് ദൈവാത്മാവ് സംസാരിപ്പാനിടയായി. ആമേൻ. മാത്രമല്ല ഉദരത്തിൽ ഉള്ള കുഞ്ഞ് ശക്തമായി വയറ്റിൽ തുള്ളിക്കളിപ്പാനിടയായി. അന്ന് രാത്രി എന്റെ ഭാര്യ ദൈവത്തിനൊരു തീരുമാനം എടുത്തു, ദൈവമേ, എന്തെല്ലാം പ്രശ്നം വന്നാലും ഞാനൊരു ഓപ്പറേഷന് വേണ്ടി തയ്യാറാകത്തില്ല. ദൈവം തന്ന ഈ കുഞ്ഞിനെ ഞാൻ നഷ്ടപ്പെടാൻ അനുവദിക്കത്തില്ല. എനിക്ക് എന്തെല്ലാം പ്രശ്നം വന്നാലും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എന്നെ വിടുവിപ്പാൻ ദൈവത്തിന് കഴിയും എന്ന് ദൈവത്തിന് തീരുമാനമെടുത്തു. എന്നോട് ആ വിഷയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് ആ തീരുമാനത്തിൽ ഞാനും ഉറച്ചു നിന്നു. ഞങ്ങൾ രണ്ടുപേരുമല്ലാതെ ഈ വിഷയത്തിൽ മൂന്നാമതൊരാള് വേറെ ആരും ഞങ്ങൾക്ക് സപ്പോർട്ടില്ലായിരുന്നു. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ഞങ്ങള് ഹോസ്പിറ്റലിൽ വീണ്ടും കടന്നുപോയി. വളരെയധികം ഡോക്ടേഴ്സിന്റെ നിർബന്ധം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോഴും അവര് പറഞ്ഞു, ഹാർട്ട് ഓപ്പൺ സർജറിക്കല്ലാതെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യത്തില്ല. പക്ഷെ ഒത്തിരി പ്രാർത്ഥിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ ചുരുക്കി പറയട്ടെ, അവര് നിവൃത്തിയില്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ഏകദേശം 1.5 മാസത്തോളം ആ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. ഒക്ടോബർ മാസം 4-ാം തീയതി രാവിലെ അവര് സിസേറിയൻ ചെയ്യുവാനായിട്ട്, ഏകദേശം കുഞ്ഞിന് 8 മാസം ഉള്ളപ്പോൾ സിസേറിയൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർ വൈഫിനെ ടേബിൾ കിടത്തിയതിനു ശേഷം ചോദിപ്പാനിടയായി, അനി, ഒരു പ്രാവശ്യം കൂടി ചോദിക്കുക, കാരണം നിന്നെ ഞങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, നിനക്ക് ഒരു ദോഷവും സംഭവിക്കരുത് എന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞങ്ങള് നിന്റെ ഹാർട്ടിന്റെ ചികിത്സ ചെയ്യാം. കാരണം ഇത് സിസേറിയൻ ചെയ്താൽ കുഞ്ഞിനെ ലഭിക്കുമെന്നോ അമ്മയെ ലഭിക്കുമെന്നോ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല. അങ്ങനെ പറഞ്ഞിട്ടും എൻ്റെ വൈഫ് ആ ഡോക്ടറോട് പറഞ്ഞു, സാറേ, എനിക്കറിയാം എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ സംഭവിക്കും, എന്നാലും എൻ്റെ ദൈവം എന്നെ വിടുവിക്കും എന്നൊരു ബോധ്യം എൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് സാറ് എന്നെ സിസേറിയന് വേണ്ടി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് വൈഫ് അതിനുവേണ്ടി ഒരുങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ അനസ്തേഷ്യ കൊടുത്തു. രാവിലെ 9 മണി ആയപ്പോഴത്തേക്കും സിസേറിയൻ നടന്നു. കുഞ്ഞിനെ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ദൈവം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ, ഒരു പെൺകുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. ഞാൻ പറയട്ടെ, ഇതെല്ലാം നടക്കുമ്പോഴും കേരളത്തിലുള്ള ഞങ്ങളുടെ ദൈവസഭ കാര്യമ്പാടി അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചാണ്. ആ സഭയിലുള്ള ദൈവദാസനും ദൈവജനവും ഉപവസിച്ച് പ്രാർത്ഥിച്ച് 85 വയസ്സ് പ്രായമുള്ള അമ്മച്ചിമാര് മുതൽ കുഞ്ഞുങ്ങൾ വരെ ആ ദിവസം ചർച്ചിൽ കടന്നു വന്ന് ഉപവസിച്ച് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. സഭയിലെ പാസ്റ്ററും 10-20 പേരടങ്ങുന്ന സഹോദരങ്ങളും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ അവിടെ വന്ന് വരാന്തയിൽ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിപ്പാനിടയായി. ഞാൻ പറയട്ടെ, അത്ഭുതം എന്ന് പറയട്ടെ, കർത്താവ് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ ദാനമായി തന്നു. ഡോക്ടർ പറഞ്ഞു, ഇതുവരെ വൈഫിന് കുഴപ്പമൊന്നുമില്ല, സ്റ്റിച്ചിട്ടു കിടത്തിയിരിക്കുക. വളരെ സമാധാന ഹൃദയത്തിൽ വന്നു. ഞാൻ എല്ലാവർക്കും ഫോൺ ചെയ്ത് പറഞ്ഞു, കർത്താവ് പ്രാർത്ഥന കേട്ടു, വൈഫിന് കുഴപ്പമില്ല, സിസേറിയൻ കഴിഞ്ഞു, കുഞ്ഞിന് ലഭിച്ചു, പെൺകുഞ്ഞാണ്. എല്ലാവരും സന്തോഷിച്ചു. ദൈവത്തിന് സ്തോത്രം പാടിയിരിക്കുന്ന സമയത്താണ്, അരമണിക്കൂർ കഴിഞ്ഞില്ല, എൻ്റെ വൈഫിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ പെട്ടെന്ന് തന്നെ ഡെഡ് ആവാനിടയായി തീർന്നു. എല്ലാ കാര്യങ്ങളും ഡെഡ് ആവാനിടയെ, ഓക്സിജൻ നിന്നു, ഹാർട്ട് നിന്നു, കിഡ്നി വർക്ക് നിന്നു, എല്ലാം ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി. ഡോക്ടേഴ്സ് പെട്ടെന്ന് തന്നെ വെന്റിലേറ്റർ റൂമില് കൊണ്ടുപോയി വെന്റിലേറ്ററിൽ വെച്ചു. അവര് എന്നെ വിളിച്ചിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു, സാജു, നിങ്ങളോട് ഞങ്ങൾ മാസങ്ങളായിട്ട് പറയുന്നതാ നിന്റെ ഭാര്യയെ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ടി, എന്നാൽ ഞങ്ങളുടെ വാക്കൽപ്പം പോലും കേൾക്കാതെ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വന്നത് നിമിത്തം ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് പോലെ എൻ്റെ ഭാര്യ കിടക്കുന്നത്. എന്നെ എൻ്റെ ഭാര്യയുടെ പിതാവിനെയും വിളിച്ചിട്ട് ഞങ്ങളെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല, മെഡിക്കൽ സയൻസിന് ഇനി ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു. 4 മണിക്കൂറിനപ്പുറം
ഈ ഈ അനിയെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വെന്റിലേറ്റർ റൂമിൽ നിന്ന് ഒരു ഡെഡ് ബോഡി പുറത്തേക്ക് പോകുന്നു, വേറൊരു വ്യക്തിയെ അകത്തോട്ട് കൊണ്ടുവരുന്നു. ഇതെല്ലാം കാണുമ്പോൾ മനസ്സിനകത്ത് വലിയൊരു ഭയം. എന്നാൽ ഞാൻ പറയട്ടെ, ഈ വൈഫ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത്, കണ്ണുനീരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് ദൈവം ഇടപെട്ടൊരു വചനം ഉണ്ടായിരുന്നു. 121 സങ്കീർത്തനത്തിൽ 7-ാമത്തെ വാക്യം, നിന്റെ പ്രാണന് ഒരു ദോഷവും തട്ടാതെ വണ്ണം അവൻ നിന്നെ കാക്കും. ആ വചനം എന്റെ ഭാര്യ വെന്റിലേറ്റർ റൂമിൽ കിടക്കുന്ന സമയത്ത് എന്റെ ഉള്ളിലേക്ക് ഓടി വന്നു. എന്റെ ഹൃദയത്തിൽ വലിയ വിശ്വാസം വന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വലിയ വിശ്വാസം പറഞ്ഞ് അത് അത് ബോധ്യപ്പെടുത്താൻ കഴിയാത്തതിനും അപ്പുറമാണ് ആ ഒരു വലിയ വിശ്വാസം എന്റെ ഹൃദയത്തിൽ വന്നത്. എന്റെ കണ്ണുനീരില്ല, പക്ഷെ ഞാൻ എന്റെ ഹൃദയത്തിൽ ദൈവത്തോട് കരയുകയാണ്. ഈ വിഷയങ്ങൾ അറിഞ്ഞ് വീണ്ടും വിളിച്ചു പറഞ്ഞനുസരിച്ച് സഭ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. അനേകായിരങ്ങൾ എന്നെ അറിയുന്നവരും എനിക്ക് എന്റെ വിഷയം അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ അറിയുന്നവരും അങ്ങനെ ഒത്തിരി പേര് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ഞാൻ പഠിച്ച ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പൾ, കുടുംബം, ആ സഭയെല്ലാം പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അങ്ങനെ ദൈവത്തിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്നോട് വാക്ക് പറഞ്ഞതാണ്, ഒരു ദോഷവും തട്ടത്തില്ലെന്ന് ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. മനുഷ്യർക്ക്, ഡോക്ടേഴ്സിന് അസാധ്യമെന്ന് അവർ പറഞ്ഞു തള്ളി. എന്നാൽ ദൈവമേ, നീ പ്രവർത്തിക്കണം, നിന്റെ വചനം പ്രവർത്തിക്കണം. എന്റെ ഭാര്യയ്ക്ക് ദൈവം അത്ഭുത സൗഖ്യം കൊടുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾക്ക് വടക്കേ ഇന്ത്യയിലേക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തുറന്നു പോകണം. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, ദൈവജനമേ, ദൈവം എത്ര വലിയവനാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമാണ്. എന്ന് എന്റെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയായി. 2007 ഒക്ടോബർ മാസം 4-ാം തീയതി രാത്രിയില് ഏകദേശം 10 മണിയായപ്പോൾ ആ വെന്റിലേറ്റർ റൂമിൽ എന്റെ ഭാര്യയുടെ അടുക്കൽ എന്റെ കർത്താവ് ഇറങ്ങിച്ചെന്നു. എന്റെ ഭാര്യയെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി. പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നപ്പോ ഡ്യൂട്ടി ഡോക്ടർ വിചാരിച്ചു മറ്റ് മെഷീനുകളും മറ്റും കണ്ട് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വരണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് കണ്ണെല്ലാം ടേപ്പ് വെച്ച് ഒട്ടിച്ചു. പക്ഷെ അദ്ദേഹം എല്ലാം നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബോഡിയുടെ വൈറ്റൽസ് എല്ലാം നോർമൽ ആകുന്നു. എല്ലാം നോർമലായി വരുന്നു. പെട്ടെന്ന് തന്നെ മറ്റു ഡോക്ടേഴ്സിനെ എല്ലാം വിളിച്ചു വരുത്തി. രാത്രി വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഡോക്ടേഴ്സിനെ അവരെ വിളിച്ചു വരുത്തി. അവരെല്ലാം വന്നു. രാവിലെ വരെ അവരെല്ലാം ആ റൂമിൽ നിന്ന് എന്റെ ഭാര്യയെ നോക്കിക്കൊണ്ടിരുന്നു. വെളുപ്പിന് 5 മണി ആയപ്പോഴത്തേക്കും മെയിൻ ഡോക്ടർ എന്റെ ഭാര്യയുടെ കവിളിൽ തട്ടിയിട്ട് പറഞ്ഞു. അപ്പത്തേക്കും കണ്ണൊക്കെ തുറന്ന് എല്ലാം ഓക്കെയായി. ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ എന്റെ ഭാര്യയെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. കവിളിൽ തട്ടിയിട്ട്, ഒരു മുസ്ലിം ലേഡി ആയിരുന്നു ആ ഡോക്ടർ, കവിളിൽ തട്ടിയിട്ട് പറഞ്ഞു, അനി, ഞങ്ങളല്ല, നിങ്ങളുടെ ദൈവമാണ് നിന്നെ വിടിവിച്ചത്. അനേകർ ഞങ്ങളുടെ മുമ്പിൽ മരിച്ച് ഡെഡ് ബോഡിയായി മടങ്ങിപ്പോയി. നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് അത് തന്നെയായിരുന്നു പ്രതീക്ഷ. എന്നാൽ നിന്റെ ദൈവം നിന്നെ വിടിവിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ദൈവം കേട്ടു എന്ന് പറഞ്ഞ് ആ മുസ്ലിം ലേഡി കടന്നു പോകാനിടയായി. ഏകദേശം 10 ദിവസം വീണ്ടും ആ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ കുഞ്ഞിനെ കരങ്ങളിൽ എടുത്ത് എന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുവാനിടയായി. എന്റെ നാട്ടുകാരൊക്കെ മരിച്ച് ഒരു ഡെഡ് ബോഡി ആയിട്ട് ഇപ്പൊ വരും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് പിശാചിന്റെ സകല പദ്ധതികളെ പൊളിച്ച് കർത്താവ് അത്ഭുതകരമായി ദൈവം ഞങ്ങൾക്ക് തന്ന കുഞ്ഞുമായി ഭവനത്തിലേക്ക് മടങ്ങുവാനിടയായി. ഏകദേശം 4 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് രാജസ്ഥാനിൽ വന്നു. അങ്ങനെ കർത്താവിന്റെ വേല ചെയ്തു. 2009 വരെ കർത്താവിന്റെ വേല അവിടെ ചെയ്യുവാനിടയായി. കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ പറയട്ടെ, 2009 വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം അനേക വർഷങ്ങൾ, ഏകദേശം 7 വർഷങ്ങളായി വടക്കേ ഇന്ത്യയിൽ വന്നിട്ട് എന്റെ ഹൃദയത്തിൽ ഒരു താല്പര്യം ഉണ്ടായി, ഏതെങ്കിലും പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് കർത്താവിന്റെ വേല ചെയ്യണം. അങ്ങനെ ദൈവസന്നിധിയിൽ 7 ദിവസം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തീരുമാനിച്ചു. ഒറ്റയ്ക്ക് വീട്ടിൽ ഞാനും എന്റെ ഭാര്യയും ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരാഴ്ച ദൈവത്തിനെ പ്രാർത്ഥിച്ചു. കർത്താവെ, മുന്നോട്ട് എങ്ങനെയാണ്, എവിടെയാണ് പോകേണ്ടത്? അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏകദേശം 4 ദിവസം കഴിഞ്ഞപ്പോൾ 4-ാമത്തെ ദിവസം വൈകുന്നേരം
എന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ലക്നൗ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ നിന്നെ അയപ്പാൻ ആഗ്രഹിക്കുന്നു. ആ സ്ഥലത്തെക്കുറിച്ചോ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ. അതിനെക്കുറിച്ച് അന്വേഷിച്ചു പക്ഷെ എനിക്ക് പരിചയമുള്ള ആരും അവിടെയില്ല. ദൈവസനെ പ്രാർത്ഥിച്ചു. ആ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ പറയട്ടെ, എല്ലാം ദൈവം മുന്നമേ ആമേൻ പ്ലാൻ ചെയ്ത് തന്റെ പദ്ധതി പ്രകാരം എല്ലാം ഭംഗിയായി തക്ക സമയത്ത് ചെയ്യുന്ന ദൈവമാണ്. അങ്ങനെ ആമേൻ സ്തോത്രം. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് ശുശ്രൂഷിക്കുന്ന IPC നോർത്തേൺ റീജിയന്റെ ഒരു സീനിയർ പാസ്റ്റർ അവിചാരിതമായിട്ട് എന്നെ വിളിക്കുന്നു, പരിചയപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളോട് ചേർന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നതിൽ താല്പര്യമുണ്ടോ? അപ്പൊ ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, താല്പര്യമുണ്ട്. അങ്ങനെ ആമേൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവര് ഈ പ്രസ്ഥാനത്തിന്റെ കൗൺസിൽ കൂടി ഞങ്ങളെ പ്രാർത്ഥിച്ച്, ഞങ്ങളോട് പോലും പറയുന്നില്ല എവിടേക്ക് അയക്കുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്ക്, ദൈവം നിങ്ങൾ എവിടേക്ക് അയക്കുവാൻ ആഗ്രഹിക്കുന്നു അവിടത്തേക്ക് അയക്കുവാൻ ആമേൻ ദൈവം ഇടയാക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ 2 ദിവസത്തെ കൗൺസിൽ കൂടി. കൗൺസിൽ കഴിഞ്ഞ് വൈകുന്നേരം ബഹുമാന്യ ദൈവദാസൻ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, സാജു, നിങ്ങളെ ഞങ്ങൾ ലക്നൗ, UP ലക്നൗ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അയക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. എന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടായി. സ്തോത്രം. അങ്ങനെ 2009 ഏപ്രിൽ മാസം 3-ാം തീയതി 2-ാം തീയതി ഞങ്ങൾ വൈകിട്ട് രാജസ്ഥാൻ ഭരത്പൂരിൽ നിന്ന് യാത്ര തിരിച്ച് 3-ാം തീയതി വെളുപ്പിന് ലക്നൌവിൽ എത്തിച്ചേരുവാനിടയായി. അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. ഒരു മലയാളം ചർച്ച ആയിരുന്നു. എന്നാൽ ഒത്തിരി പേര് കൂടി വന്നിരുന്ന ഒരു കൂട്ടായ്മ. എന്നാൽ പലരും ട്രാൻസ്ഫർ ആയും നാട്ടിലേക്ക് റിട്ടയർമെന്റിന് ശേഷം പോയും ഒക്കെ ആയിട്ട് ആ ചർച്ച് വളരെയധികം ആളുകളെല്ലാം കുറഞ്ഞ് 2-3 കുടുംബം മാത്രമുള്ള ഒരു സാഹചര്യമായിരുന്നു. അവിടെയാണ് ദൈവം ഞങ്ങളെ അയച്ചത്. അവിടെ ആ ശുശ്രൂഷയിൽ ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടായി. ദേശത്ത് ആ ശുശ്രൂഷ, ആ സഭയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ദൈവദാസന്മാർക്ക് അവിടെ കടന്നു ചെന്ന് താമസിച്ച് ശുശ്രൂഷിക്കാൻ കഴിയാത്ത നിലയിലുള്ളതായ വെല്ലുവിളികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ആമേൻ. ഞങ്ങൾ അവിടെ പോകുന്നെന്നറിഞ്ഞ് ആ സഭയെക്കുറിച്ച് ഞങ്ങളെക്കുറിച്ചും അറിയുന്ന ഒരു സഹോദരൻ, ഒരു അങ്കിള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഒരു കാരണവശാലും അവിടെ പോകരുത്. കാരണം അവിടെ ഇന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതാ. അവിടെ ആളുകളില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? പക്ഷെ ഞാൻ പറഞ്ഞു, അച്ഛാ, ദൈവം ഞങ്ങളോട് സംസാരിച്ചു. 1 അല്ല 2 പ്രാവശ്യം ദൈവം സംസാരിച്ചു. അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ പോകുക തന്നെ ചെയ്യും. അങ്ങനെ അദ്ദേഹം ഞങ്ങൾക്ക് വണ്ടിക്കൂലിക്ക് പൈസ തന്ന് അങ്ങനെയാണ് ഞങ്ങൾ 2009 ലക്നൗ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. ദൈവത്തിന്റെ വലിയ കൃപയാൽ, ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന നിയോഗത്താൽ ആ സ്ഥലത്ത് എന്നതിന് ശേഷം മലയാളത്തിൽ നടന്നുകൊണ്ടിരുന്ന കൂട്ടായ്മ ഞങ്ങളെ ഹിന്ദിയിലേക്ക് മാറ്റുവാനിടയായി. ഹിന്ദി അന്നും കാര്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ എങ്കിലും ഉള്ള ഹിന്ദി വെച്ച് ഞാൻ അവിടെയുള്ള ദൈവമക്കളോട് പറഞ്ഞു. ഏകദേശം 5-6 പേരേ ഉള്ളൂ. ഒരു ചെറിയ ഹോളുണ്ട്, പാഴ്സണേജ് ഉണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് ഹിന്ദിയിൽ ആരാധന ആരംഭിക്കാം, പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അവര് സന്തോഷത്തോടെ ഏറ്റെടുത്തു. അങ്ങനെ ഹിന്ദിയിലുള്ള കൂട്ടായ്മ ആരംഭിച്ചു. ഗ്രാമങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. നിരന്തരമായി ദേശത്ത് നടന്ന് പ്രാർത്ഥിപ്പാനിടയായി. അങ്ങനെ ചില ഗ്രാമങ്ങളിൽ കർത്താവ് വാതിലുകൾ തുറന്നു തരുവാനിടയായി. കുടുംബവുമായി, കുഞ്ഞുങ്ങളുമായി അന്ന് ലക്നൌവിൽ ചെല്ലുമ്പോൾ എൻ്റെ മകൾക്ക് 1.5 വയസ്സ് പ്രായമേ ഉള്ളൂ, മകന് 4.5 വയസ്സ് പ്രായം. അങ്ങനെ അവിടെ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ ഗ്രാമങ്ങളിൽ പോകും. അങ്ങനെ കർത്താവിന്റെ വേല ചെയ്തു. ആദ്യ വർഷത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരു ഫാമിലിയെ കിട്ടി. അങ്ങനെ പ്രവർത്തനങ്ങൾ ശക്തമായി. 2-ാമത്തെ വർഷം ആയപ്പോഴത്തേക്കും ചില ഗ്രാമങ്ങൾ കൂടി ഓപ്പൺ ആയി. അങ്ങനെ ഏകദേശം 2-ാമത്തെ വർഷം ഒരു മാർച്ച് മാസം ആയപ്പോഴത്തേക്കും ചില കുടുംബങ്ങൾ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനിടയായി. സ്തോത്രം. എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം ഉണ്ടായി. എൻ്റെ മാതാവ് സ്നാനപ്പെടാൻ പോയ സമയത്ത് അരയിൽ തോർത്തുമുണ്ടിൽ കല്ല് വാരിക്കെട്ടി സ്നാനപ്പെടുത്തുന്ന ദൈവദാസനെ അടിക്കാൻ പോയ ഞാൻ എന്നെ കർത്താവിന്റെ മഹാസ്നേഹം തേടി വന്ന് വിടുവിച്ച് അനേകരെ സ്നാനപ്പെടുത്തുവാൻ, ഞാൻ പറയട്ടെ, ഇന്ന് 23 വർഷമാകുന്നു. 22 വർഷം കഴിഞ്ഞു വടക്കേന്ത്യയില് അനേകരെ കർത്താവ് ഈ കരങ്ങളിൽ സ്നാനപ്പെടുത്തുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ആ കർത്താവിന്റെ മഹാസ്നേഹത്തിനായി
ആമേൻ. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. അങ്ങനെ എന്റെ മകൾക്ക് 3 വയസ്സായപ്പോൾ ആമേൻ ആ മോളെയും മോനെയും ഞങ്ങൾ വൈകുന്നേരം അവര് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 5 മണിയാകുമ്പോഴത്തേക്ക് അവർക്കുള്ള ഭക്ഷണം എല്ലാം ഒരുക്കി ഞങ്ങൾ പുറത്തുനിന്ന് ഗേറ്റ് അടച്ച് ഞാനും വൈഫും പോകും. വിശ്വാസികളുടെ വീടുകളില് പുതിയ കുടുംബങ്ങളിലൊക്കെ പോകും. പ്രാർത്ഥിച്ച് സുവിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങൾ മടങ്ങി വരുമ്പോൾ ചിലപ്പോൾ 10 മണി, 11 മണി, 10:30 മണിയൊക്കെ ആവും. വരുമ്പോൾ മക്കള് പഠിത്തമൊക്കെ കഴിഞ്ഞ് അവര് കുഞ്ഞു മക്കളാ. പക്ഷെ രണ്ടുപേരും ആങ്ങളെ പെങ്ങളും കൂടെ വീട്ടിലിരുന്ന് ആ റൂമിനകത്തിരുന്ന് പഠിക്കും. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ വായിച്ച് എടുത്തു വെച്ചിരിക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടുപേരും കൂടെ കട്ടിലേ കിടന്നുറങ്ങും. മിക്കവാറും കുഞ്ഞുങ്ങളെ കാണുന്നത് പിറ്റേ ദിവസം വെളുപ്പിന് അവരെഴുന്നേൽക്കുമ്പോഴാ. അങ്ങനെ പിന്നെയും മക്കളെ ഒരുക്കി സ്കൂളിൽ വിടും. ആമേൻ. ഞങ്ങൾ രണ്ടുപേരും ഗ്രാമങ്ങളിൽ പോവും. സ്കൂൾ അവധിയാവുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഓടി വരും. അങ്ങനെ മക്കളുമായിട്ട് വീട്ടിൽ വരും. വൈകിട്ട് ഇതുപോലെ വീടുകൾ വിസിറ്റ് ചെയ്യാനും പ്രാർത്ഥനയ്ക്കും. അങ്ങനെ 8 വർഷത്തോളം അവിടെ കർത്താവിന്റെ വേല ചെയ്തു. ഒത്തിരി വെല്ലുവിളികൾ അവിടെ നേരിട്ടു. അവിടുന്ന് ആമേൻ പറഞ്ഞു പോകത്തക്ക നിലയിൽ പ്രതിസന്ധികൾ മുന്നിൽ വന്നു. ഒരു ദിവസം ഒരു കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു യൗവനക്കാരത്തിയായ ഒരു യുവതി ആ ചർച്ചിൽ 2-3 പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ അവിടെ ഹൃദയത്തോട് ദൈവം ശക്തമായി ഇടപെട്ടു. അങ്ങനെ അവള് ദൈവത്തിൽ വിശ്വസിക്കുകയും ആരാധനയെ സംബന്ധിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു വെള്ളിയാഴ്ച ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ ആ പെൺകുഞ്ഞ് ഒരാഴ്ചയായിട്ട് സുഖമില്ലാതിരിക്കുകയായിരുന്നു. മഞ്ഞപ്പിത്തമൊക്കെ പിടിച്ച്. അങ്ങനെ ആ കൂട്ടായ്മയിൽ വന്ന് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ളതായ സന്ദേശമാണ് ഞാൻ പ്രസംഗിച്ചത്. ആമേൻ. ആ മകളാണ് ആ വാക്യങ്ങളൊക്കെ എടുത്ത് വായിച്ചത്. പക്ഷേ ആ വചന ശുശ്രൂഷയ്ക്ക് ശേഷം പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിച്ച സമയത്ത് ആ യുവതി ആ ചർച്ച് ഹാളിൽ മരണപ്പെടുവാനിടയായി. ദൈവസനെ ചേർക്കപ്പെടുവാനിടയായി. ഒത്തിരി ശുശ്രൂഷയെയും ആ ദേശത്തെ പ്രവർത്തനത്തെയും തീർത്തും ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് പദ്ധതികൾ ഒരുക്കി. എന്നാൽ അവിടെയും കർത്താവ് അത്ഭുതകരമായി ആ പ്രവർത്തനത്തെയും ഞങ്ങളെയും മാനിച്ചു. ഞങ്ങളെ ആ വിഷയത്തിൽ കർത്താവ് കരുതി. ഒരു പ്രയാസം ഉണ്ടാകാതെ ആ വിഷയത്തിൽ കർത്താവ് നീക്കുപോക്കുകൾ നൽകി തരുവാനിടയായി. അങ്ങനെ 2009 മുതൽ 2017 വരെ കർത്താവിന്റെ വേല ലക്നൌവിൽ ചെയ്തതിനു ശേഷം ഞങ്ങളുടെ ലീഡേഴ്സിന്റെ ആ തീരുമാനപ്രകാരം ദൈവ നിയോഗപ്രകാരം ഞങ്ങള് കാൺപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ ഏകദേശം 7 വർഷത്തോളം 2017 മുതൽ 2024 വരെയുള്ളതായ കാലഘട്ടത്തിൽ കാൺപൂരിൽ കർത്താവിന്റെ വേല ചെയ്യുവാനിടയായി. അവിടുത്തെ ശുശ്രൂഷ തികച്ചും വ്യത്യസ്തമായിരുന്നു. സ്തോത്രം. അവിടെ ആ സഭയിൽ അനേക കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ തന്നെ ആ സ്ഥലത്ത് വന്നതിന് ശേഷം ഒത്തിരി ഗ്രാമങ്ങൾ സ്തോത്രം കർത്താവ് ഞങ്ങളെ ശുശ്രൂഷയ്ക്കായിട്ട് വിശാലമായിട്ട് ഉപയോഗിക്കാനിടയായി തീർന്നു. അതുകൂടാതെ ഞങ്ങളുടെ കൂടെ അനേക ദൈവദാസന്മാരെ ഗ്രാമങ്ങളിൽ ഒരു പ്രസ്ഥാനത്തോടും ചേർന്ന് നിൽക്കാതെ കർത്താവ് എന്നോട് സംസാരിച്ചതുപോലെ സംസാരിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിറങ്ങി തിരിച്ച് ആരും ഇല്ലാതിരിക്കുന്ന അനേക ദൈവദാസന്മാരെ കണ്ടുമുട്ടാനിടയായി. ദൈവത്തിന്റെ പ്രത്യേക നിയോഗം എന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ചില ദൈവദാസന്മാരെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ ശുശ്രൂഷയിൽ കൈത്താങ്ങൽ കൊടുക്കാനും അവരുടെ പ്രവർത്തന സ്ഥലങ്ങളിൽ കടന്നുപോയി അവരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ശക്തരാക്കാനൊക്കെയും കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കാനിടയായി തീർന്നു. അങ്ങനെ ഏകദേശം 7 വർഷത്തോളം കാൺപൂരിലും കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അനേക അത്ഭുത കാര്യങ്ങൾ ആ പട്ടണത്തിലും ഞങ്ങളുടെ ശുശ്രൂഷ കാലയളവിൽ ദൈവം ചെയ്യുവാനിടയായി. ഒരിക്കൽ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് പോയ ഒരു സഹോദരൻ പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഞങ്ങൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അവര് പറയുന്നു ആ സഹോദരന്റെ 2 കിഡ്നിയും ഫെയിലായി. തന്നെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. 99% കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ വീട്ടുകാരെല്ലാം വലിയ വേദനയിലും ഭാരത്തിലുമാണ്. എന്റെ ഹൃദയത്തിൽ വലിയ പ്രയാസം തോന്നി. കാരണം നോർത്ത് ഇന്ത്യയിലെ ശുശ്രൂഷ അത് വളരെയധികം വെല്ലുവിളികളും പ്രയാസങ്ങളും നിറഞ്ഞതാ. ഒരു വശത്ത് സുവിശേഷ വേലയ്ക്കെതിരെയുള്ളതായ സമൂഹത്തിൽ നിന്നുള്ളതായ എതിർപ്പ്, മറുവശത്ത് ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ
ആമേൻ, അന്ധകാര മണ്ഡലങ്ങളിൽ നിന്നുള്ള പോരാട്ടങ്ങൾ. ഇതിന്റെ നടുവിൽ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിന്റെ കൃപയെ ശക്തിപ്പെട്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ കടന്നു വരുന്നതായ വെല്ലുവിളികൾ പലപ്പോഴും വൈഷമ്യങ്ങൾ ആമേൻ നേരിടുന്നതാ. എന്നാൽ ആമേൻ സ്തോത്രം, ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിൽ ആമേൻ വർഷങ്ങളായി ആമേൻ ചർച്ചിൽ കടന്നു വരുന്ന അനേകരും ആമേൻ പിന്മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഞാൻ ചിന്തിച്ചു, എന്തെങ്കിലും സംഭവിച്ചാൽ, ഈ സഹോദരൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, വർഷങ്ങളായി ഈ ആലയത്തിൽ കടന്നു വരുന്ന ആ കുടുംബം മുഴുവനും, ഒരുപക്ഷെ ആ ഗ്രാമങ്ങളിലുള്ള അനേക കുടുംബങ്ങൾ, ആ ഗ്രാമത്തിൽ നിന്നാണ് ഏകദേശം 10-ലധികം കുടുംബങ്ങൾ ചർച്ചിൽ ആരാധനയ്ക്ക് വരുന്നത്. ഒരുപക്ഷെ ആ കുടുംബങ്ങളെല്ലാം പിന്മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു, ദൈവത്തോട് നിലവിളിച്ചു, ഓടി ഹോസ്പിറ്റലിൽ ചെന്നു. എന്റെ കൂടെ വേറെ ഒരു സഹോദരനുമുണ്ട്. ആ വെളുപ്പിന് ഏകദേശം 6-6:30 മണിക്ക് ദൈവസന്നിധിയിൽ ആ ഹോസ്പിറ്റലിൽ പ്രാർത്ഥിപ്പാനിടയായി. അവരുടെ വിഷമങ്ങളും അദ്ദേഹത്തെ കുറിച്ചുള്ള ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ടും കേട്ട് കഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ വലിയ ഭാരമുണ്ടായി. ഒരു വലിയ നിരാശ പോലെ എന്റെ ഹൃദയത്തിലേക്ക് വന്നു. കർത്താവേ, ഇനി എന്തോ ചെയ്യും? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശുശ്രൂഷയിൽ എങ്ങനെ മുന്നോട്ട് പോകും? ഈ കുടുംബത്തെ എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയും? ഒരു വലിയ ഭാരമുണ്ടായി. എങ്കിലും കർത്താവിന്റെ വേലക്കാരനായതുകൊണ്ട്, ദൈവദാസനായതുകൊണ്ട് അവരെ പോലെ എനിക്ക് ആകാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവരോട് ഓരോരുത്തരുടെ അടുക്കൽ കടന്നു പോയിട്ട് പറഞ്ഞു, വിശ്വസിക്കുക കർത്താവിൽ, ആമേൻ, പ്രാർത്ഥിക്കുക, കർത്താവിന് വിടിവിപ്പാൻ കഴിയും, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളത്തിൽ ദൈവം സംസാരിച്ചു, ദൈവത്തിനെ പ്രാർത്ഥിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ആ സഹോദരന്റെ പിതാവിനെയും എന്റെ കൂടെ വന്ന സഹോദരനെയും ആമേൻ വിളിച്ച് ഞങ്ങൾ 3 പേരും ആ കോറിഡോറിന്റെ വരാന്തയിൽ, ആ ചെളിയൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നതിന്റെ നടുവിൽ ഒരു കോണിൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ദൈവത്തിനെ നിലവിളിപ്പാനിടയായി തീർന്നു. കർത്താവേ, നീ അത്ഭുതം ചെയ്യണം, ഈ കുടുംബത്തെ രക്ഷിക്കണം. ആമേ കർത്താവേ, ഒരു അത്ഭുതം നീ പ്രവർത്തിക്കണം, സഹോദരനെ വിടിവിക്കണം. ഞാൻ പറയട്ടെ, 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അനുഭവിക്കുന്ന എന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു കാർമേഘം മാറിപ്പോകുന്നത് പോലെ എന്റെ ഹൃദയത്തിൽ വലിയൊരു വെളിച്ചം വന്നു, ഒരു സമാധാനം വന്നു, എനിക്കൊരു വലിയ വിശ്വാസം ഉണ്ടായി. ദൈവം പ്രാർത്ഥന കേട്ടു. ഞാൻ പെട്ടെന്ന് എന്റെ സഹോദരങ്ങളെ, ആമേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ തട്ടി വിളിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവ് പ്രാർത്ഥന കേട്ടു. പെട്ടെന്ന് എന്റെ ഉള്ളത്തിലേക്ക് ഒരു വചനം ഓടി വന്നു. അപ്പോസ്തല പ്രവൃത്തി 16:25 അപ്പോസ്തലനായ പൗലോസും ശീലാസും മുറിവുകളേറ്റ് കാലും കൈയും ആമത്തിൽ പൂട്ടി അവരെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ അവർ ദൈവത്തിനെ പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു. എന്റെ ഉള്ളത്തിൽ ദൈവാത്മാ ഇടപെട്ടു, ദൈവം പ്രാർത്ഥന കേട്ടു, ദൈവം വിടിവിച്ചു. അങ്ങനെയെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, നമുക്ക് അല്പനേരം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെ 3-4 മിനിറ്റ് ദൈവത്തിന് സ്തോത്രം ചെയ്തു. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് ആമേൻ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആ സഹോദരന്റെ ഭാര്യയുടെ അടുക്കൽ കടന്നു പോയിട്ട് പറഞ്ഞു, സഹോദരി, വിശ്വസിക്കുക, കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നു, നിന്റെ ഭർത്താവിനെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മമ്മിയുടെ അടുക്കൽ കടന്നുപോയി, ഓരോ കുടുംബാംഗങ്ങളുടെ അടുക്കൽ കടന്നുപോയിട്ട് ഞാൻ ഇപ്രകാരം പറയാനിടയായി തീർന്നു, കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുന്നു, കർത്താവ് ആ സഹോദരനെ തൊട്ടിരിക്കുന്നു. ആ സഹോദരന്റെ പേര് രാജ്കുമാർ എന്നാണ്. ആമേൻ, ഞാൻ പറയട്ടെ, ഒരു ഭോഷനെ പോലെ ആമേൻ ഞാൻ ഈ കാര്യങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ സഹോദരങ്ങളെ, 5 മിനിറ്റ് കഴിഞ്ഞില്ല, ആമേൻ വെന്റിലേറ്റർ റൂമിൽ നിന്ന് ഡ്യൂട്ടി ഡോക്ടർ പുറത്തു വന്നിട്ട് പറഞ്ഞു, ഒത്തിരി വ്യത്യാസം, ഒത്തിരി ചേഞ്ച് അദ്ദേഹത്തിൽ കാണുന്നു, വൈറ്റൽസ് നോർമൽ ആകുന്നു. ആമേൻ, ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുവാനിടയായി. ചുരുക്കി പറയട്ടെ, ആമേൻ പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും 99% തീർന്നു, ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ സഹോദരന്റെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാനിടയായി. 4-മത്തെ ദിവസം അദ്ദേഹത്തെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുവാനിടയായി. ആ കുടുംബം മുഴുവനും കർത്താവിലേക്ക് വന്നു. 5 പേർ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ നിന്ന്, ആ ഗ്രാമത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേരുവാനിടയായി. അങ്ങനെ ഒന്നല്ല, അനേക സാക്ഷ്യങ്ങൾ ആമേൻ എന്റെ മുമ്പിൽ സമയമതിയില്ലാത്തത് കൊണ്ട് എനിക്ക് പറയാൻ കഴിയത്തില്ല. എന്നാൽ ഒത്തിരി സാക്ഷ്യങ്ങൾ കർത്താവ് ഞങ്ങളുടെ ശുശ്രൂഷയിൽ നൽകി തന്നിട്ടുണ്ട്. അങ്ങനെ കർത്താവിന്റെ വേലയിൽ വളർന്നു വരുവാനും അനേകരെ കർത്താവിന് വേണ്ടി വേർതിരിപ്പാനും പ്രയോജനപ്പെടുവാനും ദൈവം സഹായിച്ചു. എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പറയട്ടെ, അവരുടെ കുഞ്ഞു പ്രായം മുതലേ അവരെ കൊണ്ട് കഴിയുന്ന നിലയിൽ കർത്താവിന്റെ വേലയിൽ ഒരു മടിയും കൂടാതെ ഏത് കാര്യത്തിനും, ചർച്ചിൽ പായിടണമോ,
തമ്പേര് കൊട്ടണമോ, പാട്ട് പാടണമോ, ഗ്രാമങ്ങളിൽ പോകണമോ, ആ വെള്ളം വിശ്വാസികൾക്ക് എടുത്തു കൊടുക്കണമോ, ഏത് കാര്യത്തിനും കുഞ്ഞു പ്രായം മുതലേ അവര് ഞങ്ങളോട് ചേർന്നായിരിക്കാനിടയായി. ഇന്നും മക്കൾ രണ്ടുപേരും കർത്താവിന്റെ വേലയിൽ ഞങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കുന്നു. അങ്ങനെ 7 വർഷത്തെ കാൺപൂരിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ഞങ്ങളുടെ പ്രസ്ഥാനം ഞങ്ങളെ പ്രാർത്ഥിച്ച് ഡൽഹിയിലേക്ക് അയക്കുവാനിടയായി തീർന്നു. എനിക്ക് UP വിട്ട് ഡൽഹിയിലേക്ക് വരുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ കർത്താവിന്റെ ഹിതം അങ്ങനെയാണെന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ ആമേൻ അതിനുവേണ്ടി സമർപ്പിച്ചു. 2024 മെയ് മാസം 3-ാം തീയതി ഞാൻ കുടുംബമായി ഡൽഹിയിലെ രോഹിണി എന്ന് പറയുന്ന സ്ഥലത്ത് IPCNR ചർച്ചിന്റെ ശുശ്രൂഷകനായി ചാർജ് എടുപ്പാനിടയായി തീർന്നു. ഇവിടെ വന്നതിന് ശേഷം കർത്താവിന്റെ വേലയിൽ ആമേൻ ഈ പ്രദേശത്തുള്ള പ്രവർത്തനങ്ങളിൽ സഭയോട് ചേർന്ന് അതിശക്തമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. ആമേൻ ആമേൻ. കർത്താവ് ഞങ്ങളെ കുടുംബമായി അനുഗ്രഹിച്ചു, ഉപയോഗിച്ചു. അനേകരെ കർത്താവിന് വേണ്ടി വടക്കേ ഇന്ത്യയിൽ പ്രയോജനപ്പെടുത്തുവാൻ, കർത്താവിന് വേണ്ടി വേർതിരിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഈ കാലയളവൊക്കെയും ഏകദേശം 22-22.5 വർഷത്തോളം എന്റെ മാതാവ് തനിച്ചാണ് നാട്ടിൽ ആയിരുന്നത്. ആമേൻ സ്തോത്രം. ഒത്തിരി മനസ്സിൽ ഭാരമുണ്ട് മാതാവിനെ തനിച്ച് അവിടെ ആക്കിയതിൽ. സഹോദരങ്ങൾ രണ്ടുപേരും സഹോദരിമാരാണല്ലോ, അവർ രണ്ടുപേരും അവരുടെ കുടുംബത്തിലാണ്. എങ്കിലും മാതാവിന് ഒരു പ്രയാസം വന്നാൽ അവരേത് രാത്രിയിൽ ഓടി വന്ന് ശുശ്രൂഷിക്കാൻ മനസ്സുള്ളവരാണ് എന്റെ ഭാര്യയും എന്റെ സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരൊക്കെ. എന്നാല് ഞാൻ എന്റെ ഉത്തരവാദിത്വമാണ് മാതാവിനെ ശുശ്രൂഷിക്കേണ്ടത്. എന്നിരുന്നാലും എനിക്ക് കഴിയാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ആമേ കർത്താവേ, എന്റെ മാതാവിനെ അങ്ങ് കരുതണമേ. ആമേ സ്തോത്രം. ഞാന് എന്റെ മുമ്പിൽ വരുന്ന പ്രായം ചെന്ന വാർദ്ധക്യത്തിലൊക്കെ ആയിരിക്കുന്ന ആരും നോക്കാനില്ലായിരിക്കുന്ന മാതാപിതാക്കളെ ഞാനും എന്റെ ഭാര്യയും വളരെയധികം സ്നേഹത്തോടെ ശുശ്രൂഷിപ്പാൻ ഇടയായി തീർന്നു. കാരണം ഞാൻ ആഗ്രഹിച്ചത് ഞാനിവിടെ ഇവരെ ശുശ്രൂഷിക്കുമ്പോൾ എന്റെ മാതാവിന് വേണ്ടി ദൈവം അവിടെ ചിലരെ കരുതും. അങ്ങനെ കർത്താവിന് വേണ്ടി നിന്നു. ഞാൻ പറയട്ടെ, 2025 മെയ് മാസം 3 വരെ കഴിഞ്ഞ 22 വർഷത്തെ കുടുംബജീവിതം ഞങ്ങൾക്ക് കർത്താവിന്റെ സന്നദ്ധിയിൽ ഒത്തിരി ഓർമ്മകൾ പങ്കുവെക്കാനുണ്ട്. ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. വടക്കേ ഇന്ത്യയുടെ അനേക സ്റ്റേറ്റുകളിൽ അനേക ഗ്രാമങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ഓടി. എന്നാല് ഒരു ഹാർട്ട് രോഗിയായി വെന്റിലേറ്ററിൽ 2007 തീർന്നു പോകേണ്ട സ്ഥാനത്ത് അനേകരുടെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവത്തിന്റെ മഹാകരുണയും നിമിത്തം വിടുവിച്ച് വീണ്ടും 17 വർഷത്തോളം ഒരുമിച്ച് കർത്താവിന് വേണ്ടി ഈ വടക്കേന്ത്യയിൽ പ്രയോജനപ്പെടാൻ ദൈവം സഹായിച്ചു. എന്നാൽ 2025 മെയ് മാസം 3-ന് ഡൽഹിയിൽ വന്ന് 1 വർഷം തികയുന്ന ദിവസം പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്കിലൂടെ എന്റെ ഭാര്യ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ വേദനയിലൂടെ ഞാനും മക്കളും കടന്നുപോയൊരു സാഹചര്യമായിരുന്നു. എന്നാൽ അവിടെയെല്ലാം കർത്താവ് ഞങ്ങളെ ഒത്തിരി ശക്തീകരിച്ചു. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ദൈവമക്കൾ, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തിലെ ദൈവദാസന്മാർ, എന്നെ സ്നേഹിക്കുന്നവർ, ഞാൻ മുൻപ് ശുശ്രൂഷിച്ച ഇടങ്ങളിലെ ദൈവജനമെല്ലാം ആ സമയങ്ങളിൽ കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ഒത്തിരി ധൈര്യപ്പെടുത്തുകയൊക്കെ ചെയ്തു. ആ ദിവസങ്ങളിൽ പലരും പറഞ്ഞു, ഇനി നാട്ടിലേക്ക് പോകാം. സ്തോത്രം. ഇത്രയും കാലം ഇവിടെ ശുശ്രൂഷിച്ചല്ലോ, ഭാര്യയുടെ ബോഡി നാട്ടിൽ കൊണ്ടുപോയി അടക്കം ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഹൃദയത്തിൽ വന്ന ഒരു ചിന്ത, ഇല്ല, ഈ മണ്ണിലേക്ക് ദൈവം കൊണ്ടുവന്നു. എന്റെ ഭാര്യ സുഖമില്ലാതിരുന്നിട്ടും ഈ മണ്ണിൽ കർത്താവിന് വേണ്ടി എന്നോട് ചേർന്ന് ഓടി. ഈ മണ്ണിൽ അവസാന ശ്വാസം വരെയും ഓടി. ഈ മണ്ണിൽ ചേരുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഭാര്യ നാട്ടിൽ കൊണ്ടുപോകത്തില്ല. ആ ഡെഡ് ബോഡി ഇവിടെ തന്നെ മറവ് ചെയ്യും. സ്തോത്രം. തുടർന്നുള്ള കാലം ദൈവം അനുവദിക്കുന്നത് വരെ ഈ വടക്കിന്ത്യയിൽ തന്നെ കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ സ്റ്റെപ്പുകൾ എടുപ്പാനിടയായി തീർന്നു. അങ്ങനെ സ്തോത്രം. ഞാനും കുഞ്ഞുങ്ങളും ഇപ്പോൾ ഈ വടക്കിന്ത്യയിൽ തന്നെ ആ ഒരു തീരുമാനത്തിലായിരിക്കുന്നു. സ്തോത്രം. എന്റെ മക്കൾ മോൻ ഇപ്പോൾ ഡിഗ്രിക്കായിട്ട് ഗുജറാത്തിൽ അഹമ്മദാബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 3rd ഇയർ ആണ്. മോന്റെ പേര് സാമുവേൽ എന്നാണ്. മകൾ ഹന്നമോൾ 12ാം ക്ലാസ്സിൽ ഇപ്പോൾ പ്രീ ബോർഡ് ഇന്ന് ആരംഭിച്ചു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നാണ് തുടർന്നുള്ളതായ എന്റെ ആഗ്രഹം. ഇന്നും
അവരായിരിക്കുന്ന ഇടത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ആമേ പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആമേ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആമേ, സ്തോത്രം. ഇപ്പോൾ എൻ്റെ മാതാവിന്റെ കൂടെയുണ്ട്. ആമേൻ. കർത്താവിന്റെ വേലയിൽ ആമേ പിന്നെയും ശക്തമായി മുന്നോട്ട് പോകുവാൻ മനസ്സ് തളരുമ്പോഴും കർത്താവ് ഓരോ ദിവസവും വചനത്തിലൂടെ സംസാരിക്കുന്നു, ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തളരാതെ കർത്താവിന് വേണ്ടി ഓടുവാൻ, ഇനിയും അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ ദൈവം അനുവദിക്കുന്ന സമയം വരെയും ആമേ കർത്താവിന് വേണ്ടി ഈ വടക്കേ ഇന്ത്യയിൽ തുടരുവാൻ ഞങ്ങളതിന് സമർപ്പിച്ചിരിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ആമേ, സ്തോത്രം. സമയം അനുവദിച്ച ആമേൻ ആമേൻ ഈ ആമേൻ അരോമ ടിവിയോടും ആമേൻ കർത്താവിന്റെ ദാസനോടും നന്ദി പറഞ്ഞുകൊണ്ട് സകല മഹത്വവും സകല പുകഴ്ചകളും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ആമേൻ ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് ഒരു നിമിഷം ദൈവത്തിനെ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു. സങ്കീർത്തനം 18:30 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ആമേൻ, കർത്താവിനെ വിശ്വസിച്ച് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് ആരെയും കർത്താവ് കൈവിടത്തില്ല. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ആമേ, കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നവരാണ് എന്നെ കേൾക്കുന്നത്. കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകുക, കർത്താവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ആമേൻ. ദൈവം ആമേൻ നിശ്ചയമായും നമ്മോട് കൂടെ ഇരുന്ന് വൻകാര്യങ്ങൾ പ്രവർത്തിപ്പാനിടയായി തീരും. 32-ാം വാക്യത്തിൽ ദാവീദ് പ്രകാരം പറയുന്നു, എന്റെ അരയ്ക്ക് ശക്തി കൊണ്ട് അരമുറുക്കുന്നൊരു ദൈവം, എന്റെ വഴി കുറവ് തീർക്കുന്നൊരു ദൈവം. ഇന്ന് കർത്താവ് ഈ വചനങ്ങളിലൂടെ നിങ്ങളെ ആമേ ശക്തീകരിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുകയാ. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനാം ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ഈ പകലില് കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന ദൈവമേ, ആമേ സാക്ഷ്യവാചകങ്ങളിലൂടെ അനേക കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് അരോമ ടിവിയിലൂടെ ആമേ സംസാരിപ്പാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തല്ലോ. ഞാൻ എൻ്റെ കർത്താവിന് നന്ദി കരേറ്റുന്നു. ഈ സാക്ഷ്യങ്ങൾ കേട്ടവരിൽ ആമേ കർത്താവേ, ആമേ കർത്താവ് അനേക കാര്യങ്ങൾ ചെയ്യുമാറാകണമേ. കർത്താവിന് വേണ്ടി അതിശക്തിയോടെ മുന്നോട്ട് പോകുവാൻ കൃപകളെ കൊടുക്കുമാറാകണമേ. കർത്താവെ, ഞങ്ങളുടെ വഴി കുറവ് തീർക്കുന്ന, ഞങ്ങളുടെ അരയ്ക്ക് ശക്തി പകരുന്ന, ഞങ്ങൾ ക്ഷീണിക്കുമ്പോൾ, ഞങ്ങളുടെ മുമ്പിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഏറി വരുമ്പോൾ ആമേൻ ഞങ്ങളെ കൈവിടാതെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആ കർത്താവിന്റെ കരത്തിൽ ആമേൻ കർത്താവെ ആശ്രയിച്ച് മുന്നേറുവാൻ ഈ ജനത്തിന് ദൈവം കൃപ കൊടുക്കുമാറാകണമേ. ഈ ശുശ്രൂഷ ദൈവം പിന്നെയും മാനിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം കേട്ടതിനായി സ്തോത്രം. സകലമാനവും മഹത്വം കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കിയതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ച് സകല മഹത്വം ദൈവത്തിന് അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സാജു ഏലിയാസ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുകയും ദൈവദാസനുള്ളതായ നന്ദിയും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള സ്വാഭാവികമായ ഒരു സാധാരണ ചിന്ത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നാം ആ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അത് ഒരു സ്വാഭാവിക സംഭവങ്ങളല്ല. ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരം, പ്ലാനിൻ പ്രകാരമാണ് ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാനൊന്നോർക്കുകയായിരുന്നു, 13-ാമത്തെ വയസ്സിൽ വാത്സല്യ പിതാവ് ആ മാതാവിനും പിതാവിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ
ആശ്രയമായിരുന്ന ആ പ്രിയപ്പെട്ടവൻ്റെ വേർപാട് ആ കുടുംബത്തെ വല്ലാതെ ഉലയ്ക്കുവാൻ ഇടയായിത്തീർന്നു. അതിനെ തുടർന്ന് പിന്നീട് അങ്ങോട്ടുള്ളതായ ഉത്തരവാദിത്തങ്ങൾ, ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തിൻ്റെ എല്ലാ ബാധ്യതകളും ഏറ്റെടുത്തുകൊണ്ട് ആ വളരെ ചെറുപ്പത്തിൽ തന്നെ, യൗവനം പോലും ആരംഭിച്ചിട്ടില്ല, ആ കൗമാരപ്രായത്തിൽ വളരെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുമായി മുന്നോട്ട് പോയ ആ ബാല്യം, ആ യൗവനം, സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഒക്കെ അവിടെ സംഭവിച്ചു. പലവിധമായ തെറ്റായ കൂട്ടുകെട്ടുകളും പല വിധത്തിലുള്ളതായ ആ ഒരു യാത്രയുമൊക്കെ വല്ലാതെ ജീവിതത്തെ വലിച്ചിഴയ്ക്കുവാൻ ഇടയായി തീർന്നു. അത് ഒക്കെ സംഭവിച്ചു. എന്നാൽ പിശാച് ആ നിലയിലൂടെ ജീവിതത്തെ തകർത്ത് കളയുവാൻ വേണ്ടിയുള്ളതായ കാര്യപരിപാടികളാണ് ആസൂത്രണം ചെയ്തതെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് മുന്നമേ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ മറ്റൊന്നായിരുന്നത് കൊണ്ട് ദൈവം അതിൽ നിന്ന് വിടുവിക്കുവാനിടയായി തീർന്നു. സ്വന്തം മാതാവ് സ്നാനപ്പെടുവാൻ ആഗ്രഹിച്ചു വന്നപ്പോൾ അതിനെ സമ്മതിക്കാതെ തടസ്സം നിന്നതായ സാഹചര്യമൊക്കെ വല്ലാത്ത വേദനാജനകമായ ചില അനുഭവങ്ങളാണ്. എന്നാൽ അപ്പോഴേ ദൈവം തമ്പുരാൻ ശൗലിനെ പൗലോസാക്കുന്നത് പോലെ ദൈവം പ്രിയ കർത്താവിൻ്റെ ദാസനെ വിളിച്ചു വേർതിരിച്ച് കർത്താവിൻ്റെ വേലയ്ക്കാക്കുവാൻ വേണ്ടി ദൈവം മുന്നമേ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ജീവിതത്തിൽ ആകമാനം സമൂലമായ മാറ്റമാണ് സംഭവിക്കുന്നത്. കർത്താവിനെ അറിയുവാനും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാനും കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കപ്പെടുവാനും കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നതുമായ ഒരുപാട് അനുഭവങ്ങളുടെ കൂമ്പാരം ദേവദാസൻ പറഞ്ഞു. കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അതിസങ്കീർണമായ ചില വേദനാജനകമായ അനുഭവങ്ങളും പറയുകയുണ്ടായി. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ദൈവിക വിടുതലുകൾ, ദൈവത്തിൻ്റെ കരം അനുഭവിച്ചു എന്ന് കേട്ടു. സ്തോത്രം. വെന്റിലേറ്ററിൽ മരണത്തിനും ജീവനും ഇടയ്ക്ക് വെല്ലുവിളിച്ചു കൊണ്ടിരുന്നതായ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ കരമിറങ്ങി പ്രവർത്തിച്ച് പ്രിയ കർത്താവിൻ്റെ ദാസി കുഞ്ഞുമായിട്ട് ഭവനത്തിലേക്ക് പോയ ആ രംഗമൊക്കെ ഞാൻ ഓർക്കുന്നു. ദൈവം നമ്മോട് കൂടെ ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ നമ്മെ തടയുവാൻ ഒന്നിനും ആർക്കും കഴിയുകയില്ല. വൈദ്യശാസ്ത്രം അന്ന് അവിടെ വിധി എഴുതി, കൂടി വന്നാൽ 4 മണിക്കൂർ കൂടി മാത്രമേ ഇനി ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് 4-ാമത്തെ ദിവസം ഡിസ്ചാർജോടുകൂടി ഭവനത്തിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. അവിടെ ഈ ദൈവത്തിൻ്റെ അത്ഭുത കരമാണ് വെളിപ്പെട്ടത്. സ്തോത്രം. ശുശ്രൂഷാ മണ്ഡലത്തിൽ വടക്കേ ഇന്ത്യയിലേക്ക് വരുന്ന ആ രംഗമൊക്കെ ഞാൻ ഓർക്കുന്നു. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. ആ സമയത്തൊക്കെയും ഈ വാത്സല്യ സഹോദരി ഒരു നിഴൽ പോലെ കൂടെ ഇരുന്ന് ശുശ്രൂഷാ മുഖത്ത് എല്ലായ്പ്പോഴും ഒരു സഹായമായിരുന്നു. എന്നാൽ താനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വേലയിൽ മുന്നിൽ നിന്ന് ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം താൻ പ്രിയം വച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. മാനുഷികമായി നോക്കിയാൽ കേവലം 7-8 മാസം മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ എങ്കിൽ പോലും ദൈവത്തിൻ്റെ വലിയ ആശ്വാസം, സ്വർഗീയ സമാധാനം ദൈവദാസൻ്റെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുവാൻ ദൈവം സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ ആശ്വാസം, ദൈവത്തിൻ്റെ സമാധാനം അത് ലോകം തരുന്നത് പോലെയല്ല. ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ആ സമാധാനം ദൈവദാസൻ്റെ ജീവിതത്തിൽ, ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അത് മാനുഷികമായ ആശ്വാസവാക്കുകളായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം ഈ സമയത്ത് പ്രസ്താവിക്കുവാൻ കഴിയുമായിരുന്നില്ല. ദൈവത്തിൻ്റെ വലിയ സമാധാനം ഉള്ളിലുള്ളത് കൊണ്ട് അനേക കണ്ണുനീരിലും വേദനയിലും ദുഃഖത്തിലുമൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരൊപ്പുവാൻ, ആശ്വസിപ്പിക്കുവാൻ, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഇന്നും ദൈവം ഉപയോഗിക്കുന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ
എവിടെ കർത്താവ് അയച്ചുവോ, എവിടെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നോ അവിടെ കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ സൗഖ്യവും ആരോഗ്യവും ബലവും എല്ലാ ക്രമീകരണങ്ങളും സ്വർഗത്തിലെ ദൈവം ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വാത്സല്യ സഹോദരി തൻ്റെ വേല തികച്ച് താൻ നിത്യതയ്ക്കായി കടന്നുപോയി. ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് താൻ കടന്നുപോയി. പക്ഷേ ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അതിനു മുന്നമേ നമ്മുടെ ജീവിതത്തിലുള്ളത് കൊണ്ട്, ആ ഒരു പ്രത്യേക വ്യക്തിപരമായ ഒരു വിളിയായതുകൊണ്ട് നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ശുശ്രൂഷ ഏൽപ്പിച്ചവൻ, ശുശ്രൂഷ ഭരമേൽപ്പിച്ചവൻ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ധൈര്യം പകരുവാൻ, ബലം പകരുവാൻ, ഊർജം പകരുവാൻ, ഒരു ആത്മീയ പ്രത്യാശയും വിശ്വാസവും വർദ്ധിക്കുവാൻ മുഖാന്തരമായി തീരും എന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരുപക്ഷെങ്കിൽ മാനുഷികമായി നോക്കുമ്പോൾ മരണം എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അത് നമുക്ക് മാനുഷികമായ നിലയിൽ അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ വിശ്വസിക്കുവാനോ പോലും കഴിയുന്ന ഒന്നല്ല. എന്നാൽ നാം അത് അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. ഈ ഭൂമിയിൽ നാം പരിമിതമായ കാലത്തേക്ക് കർത്താവ് നമ്മെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യം നിർവഹിപ്പാൻ കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയാണ് ഏറ്റവും ഉത്തമമെന്ന് തിരിച്ചറിയുമ്പോൾ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം അത് താൽക്കാലികവും എന്നാൽ നിത്യമായ ഒരു സ്വർഗീയ ജീവിതം നമുക്കുണ്ട് എന്നുള്ളതായ ആ പ്രത്യാശ നമ്മിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നമുക്ക് സാരമില്ല. അത് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, അത് നിത്യതയ്ക്കായുള്ള ഒരു പുറപ്പാടാണ് എന്ന് നാം തിരിച്ചറിയുവാൻ കർത്താവ് പ്രേക്ഷകരെല്ലാവരെയും സഹായിക്കട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം ഈ ദൈവദാസനെ, കുഞ്ഞുങ്ങളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും അവരുടെ ശുശ്രൂഷയെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അത് കർത്താവ് ആമേൻ അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹപ്പെടുവാൻ, ദൈവനാമത്തിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരും. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിച്ചാൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് അവർക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.